പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുക. ഇന്ന് ഈസ്റ്റർ ആയിട്ടുണ്ട്. പല ഫാമിലികളും ഗെറ്റ് ടുഗദറിനായിട്ടൊക്കെ പോയി. എന്നാൽ ഇത്രയും പേരെ ദൈവം കൂട്ടി വരുത്തിയല്ലോ. ഈ രാത്രി പ്രിയപ്പെട്ട TM അച്ചായനും നമ്മുടെ മധ്യത്തിലുണ്ട്. വളരെയധികം സന്തോഷം. പിന്നെ പുതിയതായിട്ട് വന്നത് നമ്മുടെ ഫിലിപ്പച്ചായന്റെ മോൻ ഇവിടെ വന്നിട്ടുണ്ടോ നേരത്തെ? മോന്റെ പേരെ ഞങ്ങളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ മാമയും വന്നിട്ടുണ്ട്. പുതിയതായിട്ട് പിന്നെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുമാനിച്ച നമ്മുടെ സഹോദരൻ. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഒരു പ്രാവശ്യവും ഈ രാത്രിയിൽ കർത്താവിന്റെ ദാസൻ വചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം, ആ വചനത്തിന്റെ പിൻപിൽ ഒരു ആധികാരിക ശബ്ദമുണ്ട്. ഈ വചനം കേൾക്കുമ്പോഴാണ് രോഗികൾക്ക് വിടുതലുണ്ടാകുന്നത്. മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ജനത്തെ നയിക്കും. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ അഭിഷിക്തൻ വചനമെടുത്ത് സംസാരിക്കുമ്പോൾ ഈ രാത്രിയിലെ വചനത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലായി തീരുവാൻ ഈ രാത്രി ഇടയാക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ പരിചയപ്പെടുത്തുന്നു. താമസിച്ചു വന്നവർക്ക് വേണ്ടി അറിയപ്പെടുന്ന കർത്താവിന്റെ വേലയിലായിരുന്ന ആശാരി ഉപദേശി ഞാൻ സത്യത്തിൽ കണ്ടിട്ടിരുന്നില്ല കേട്ടോ. ഞാൻ പക്ഷേ യൂട്യൂബിൽ കൂടെ കണ്ടു. വളരെ എനിക്കത് ഇഷ്ടമാണ്. മുഖം നോക്കാതെ ഒരു തീവ്രവാദിയെ പോലെ ദൈവത്തെ മുഖാമുഖം കണ്ടു വചനം വിളിച്ചു പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ ഈ മണ്ണിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വചന ശുശ്രൂഷയ്ക്കായി പ്രിയ രാജൻ വിക്ടർ പാസ്റ്ററെ ക്ഷണിക്കുന്നു. നമുക്ക് 8:45 വരെ കറക്റ്റ് ഒരു മണിക്കൂറുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടെ സന്തോഷമുള്ള ഒരു കരങ്ങളിൽ ഉയർത്തി ഒരു വലയിൽ പറയാം. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയം ദൈവനാമം വാഴ്ത്തപ്പെടുവാനാണ്. ബഹുമാനദാസൻ പാസ്റ്റർ ജോയ്സ് അവர்கள் ഇന്ന് രാത്രിയുടെ കൂടി വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശുവിന്റെ നാമത്തിൽ വന്ദനം. ഇപ്രകാരം നിങ്ങളുമായി ഒരുമിച്ച് ഒരു കൂട്ടായ്മ ആചരിപ്പാൻ സ്വർഗ്ഗം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എനിക്ക് നിങ്ങളെ ആരെയും പരിചയമില്ല, പക്ഷെ എന്നിൽ വസിക്കുന്ന ആത്മാവിനെ നിങ്ങളെ എല്ലാവരും നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിൽ നമ്മൾ വിധേയപ്പെടുത്തിക്കൊണ്ട് ആരെ ശുശ്രൂഷിക്കുന്നു എന്നതിനപ്പുറമാണ് ഏതൊരു ആത്മാവിൽ ഇത് പുറപ്പെടുന്നു എന്ന് ഓർത്തുകൊണ്ട് അവരുടെ നാമത്തിൽ തക്ക മഹത്വം കഴിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവ് നമ്മെ കേൾപ്പിക്കുവാൻ ഇച്ഛിക്കുന്ന ഒരു സുപരിചിതമായ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. എഫെസ്യർക്കെതിരെ ലേഖനം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിച്ച് സഹായിക്കാം. എഫെസ്യർ 6:10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി കൂട്ടുവരുത്തി എല്ലാ നമ്മുടെ മക്കൾക്കായി നന്ദി പറയും. ഈ ഭവനം ഇതിന്റെ കോമുണ്ട് അവിടുത്തെ കരത്തിലേക്ക് സമർപ്പിക്കും. കർത്താവേ, ഊരിപ്പിടിച്ച വാളുമായി 4 ദിക്കിലും ദൂതമായ കാവലാക്കിയിരിക്കുക. സ്വന്തം ഈ ജനസമൂഹത്തിന് ആവശ്യമായ സ്വർഗത്തിന്റെ വെളിപ്പാടുകൾ ഇന്ന് രാത്രി ഞങ്ങൾക്കായി തുറക്കപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇരുട്ടിന്റെ ശക്തികൾ എവിടെയെങ്കിലും മാറിയിരിക്കുന്നുവെങ്കിൽ പ്രിയനെ അവിടുത്തെ അഗ്നി കടകൾക്ക് ഒന്നും മറവില്ല. അങ്ങനെ സകലവും നരകലവും മറന്നതുമായിരിക്കുന്നു. നാമത്താൽ പുറപ്പെടുന്ന വചനത്തിന്റെ ശക്തി അയച്ച് പാശങ്ങളെ തകർത്ത് ബന്ധന കാരണമായി അനുഭവിക്കപ്പെട്ടിരിക്കുന്ന കെട്ടുകളെ തകർത്ത് ജനം ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് ആത്മാവിലെ സത്യത്തിലും ആരാധിച്ച് ആത്മസന്തോഷം പ്രാപിപ്പാൻ എല്ലാ ഉള്ളങ്ങളോടും ആത്മാവിനെ രാത്രി വാദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ അങ്ങയുടെ ജനത്തോട് കൂടെ ഇരിക്കുമാറാകട്ടെ. യേശുവിന്റെ തനിമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. പ്രത്യാശയുള്ളവർക്ക് ഒരു ആമേൻ പറയാം. നമ്മുടെ കർത്താവ് വരാറായി. ഇനിയിപ്പോ അധികം നാളെ മുമ്പോട്ട് പോകാൻ പോകുന്നില്ല. നമ്മളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളൊക്കെ വെളിപ്പെടുത്താൻ ഇനി അതി കുറച്ച് സമയങ്ങളൊക്കെ ഉള്ളു. പ്രിയ സഹോദരങ്ങളെ, നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഓർത്താൽ നമ്മുടെ കർത്താവ് ഏറ്റവും അധികം അടുത്തിരിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഷോർട്ടായി ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ സമയങ്ങളെ നാം തർക്കത്തിൽ വിനിയോഗിച്ച് ദൈവരാജ്യത്തിൽ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അതേ ആത്മമണ്ഡലത്തെ കുറിച്ചുള്ള സ്വബോധമുള്ളവനായി തീരുവാൻ തക്കവണ്ണം നമ്മെ കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അതിനെ കുറിച്ചുള്ള അവബോധം ഇതുവരെയും പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രിയിലേക്ക് കേൾക്കുന്നുവെങ്കിൽ കർത്താവേ, എന്നെ എന്തിനാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത്? എന്നെ എന്തിനാണ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനാണ് ഈ രക്ഷയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? എന്നെ കുറിച്ച് അങ്ങയുടെ ഉദ്ദേശം എന്താണ്? എന്നെ കൊണ്ട് അങ്ങേക്ക് ഇനി ആവശ്യമുണ്ടോ? ആത്മശബ്ദം കേൾപ്പാനായി കാതുകുറിപ്പിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രാത്രി ആത്മാവ് നിന്നോട് സംസാരിക്കും. ദൈവം നിങ്ങൾ വെളിപ്പെടുവാനിടയാകും. ഒരു പ്രത്യാശക്കാരൻ പാടാം. അറിയാവുന്ന കാണമങ്ങു ദൂരെയ
ശോഭിതമം പട്ടണം വേഗമങ്ങു നാം ചേർന്നിടുമേ. കർത്തൻ മുഖം കണ്ടു ഞാൻ ആനന്ദിക്കും സമയം എത്ര വേഗം അങ്ങാസന്നമേ. ചേർന്നിടുമേ ചേർന്നിടുമേ താതൻ സന്നിധൗ ചേർന്നിടുമേ. തീർന്നിടുമേ തീർന്നിടുമേ എൻ ദുഃഖമെല്ലാം അങ്ങു തീർന്നിടുമേ. ദുഃഖമില്ല കഷ്ടവും കണ്ണുനീരുമില്ലല്ലോ, മരണവും ഇനിയും അവിടെയില്ലല്ലോ. കർത്തൻ തന്നെ വെളിച്ചവും ദൈവവുമായവർക്ക് നിത്യതയോളം വാണിടാമേ. ചേർന്നിടുമേ ചേർന്നിടുമേ താതൻ സന്നിധൗ ചേർന്നിടുമേ. തീർന്നിടുമേ തീർന്നിടുമേ എൻ ദുഃഖമെല്ലാം അങ്ങു തീർന്നിടുമേ. നല്ല പോർ പൊരുതിയൻ ഓട്ടമെല്ലാം തികച്ചു വിശ്വാസവും കാത്തിടുമേ. നിധിയിൻ കിരീടവും ജീവനാഥനെനിക്കായി നൽകും നേരം അങ്ങാസന്നമേ. ചേർന്നിടുമേ ചേർന്നിടുമേ താതൻ സന്നിധൗ ചേർന്നിടുമേ. തീർന്നിടുമേ തീർന്നിടുമേ എൻ ദുഃഖമെല്ലാം അങ്ങു തീർന്നിടുമേ. എൻ ദുഃഖമെല്ലാം അങ്ങു തീർന്നിടുമേ. കാണമങ്ങു ദൂരയ ശോഭിതമ പട്ടണം വേഗമങ്ങു നാം ചേർന്നിടുമേ. കർത്തൻ മുഖം കണ്ടു ഞാൻ ആനന്ദിക്കും സമയം എത്ര വേഗം അങ്ങാസന്നമേ. പാടുക. ചേർന്നിടുമേ ചേർന്നിടുമേ താതൻ സന്നിധൗ ചേർന്നിടുമേ. തീർന്നിടുമേ തീർന്നിടുമേ എൻ ദുഃഖമെല്ലാം അങ്ങു തീർന്നിടുമേ. എൻ ദുഃഖമെല്ലാം അങ്ങു തീർന്നിടുമേ. എൻ ദുഃഖമെല്ലാം അങ്ങു തീർന്നിടുമേ. പ്രത്യേകമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. ക്ഷണഭംഗുരമായ ജീവിതയാത്രയിൽ എതിർപ്പെട്ട് വരുന്ന സകല സാഹചര്യങ്ങളെയും സ്തോത്രത്തോട് സ്തുതിയോടും കൂടി അതിജീവിച്ച് പിതാവായ ദൈവത്തിന്റെ ഇച്ഛ നമ്മിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിൽ ഇപ്രകാരം മനോഹരമായ ഒരു ഭവനത്തിൽ ഒരു പ്രയർ ഗ്രൂപ്പ് നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഞാൻ അതിയായ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് അറിഞ്ഞ് നാളെ മുതൽ പ്രാർത്ഥിപ്പാനൊക്കെയും ആത്മാവ് എനിക്ക് അവസരം ഒരുക്കിയത് കൊണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയം. വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒടുവിൽ കർത്താവിലും വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവനാണ് കർത്താവായ യേശു വചനം. ആമേൻ. അപ്പോൾ ഒടുവിൽ കർത്താവിൽ ബലപ്പെടണം എന്ന് പറഞ്ഞാൽ ഒടുവിൽ വചനത്തിൽ ബലപ്പെടണം. രണ്ട്, അവന്റെ അമിത ബലത്തിൽ ബലപ്പെടണം. എന്താണ് അമിത ബലം? അവന്റെ പരിശുദ്ധയാത്മാവ്. വചനത്തിന്റെ ജ്ഞാനം ദൈവത്തെ കുറിച്ചും അന്ധകാര ശക്തിയുടെ തന്ത്രങ്ങളെ കുറിച്ചും അറിവുണ്ടാക്കുമ്പോൾ ദൈവവചനത്തിലെ വിശ്വാസമോ ആ അന്ധകാര ശക്തികളെ ജയിപ്പാൻ മുഖാന്തരമായി തീരുമെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്ന് രാത്രി ആത്മാവ് നിങ്ങൾക്ക് കൈമാറുന്നത്. ഹല്ലേലൂയ. വചനത്തിന്റെ ജ്ഞാനം മാത്രം പോരാ, ആ വചനത്താൽ ഉളവായി
വേർതിരിക്കുന്ന ദൈവശക്തിയിലും നാം ബലപ്പെടണമെന്ന് ആത്മാവ് സംസാരിക്കുന്നു. ഒടുവിൽ അവസാനം, ഈ അവസാന കാലഘട്ടത്തിൽ ദൈവസഭയെ കുറിച്ച് ആത്മാവ് ആഗ്രഹിക്കുന്നത് കർത്താവ് വചനത്തിൽ ബലപ്പെടണം, അവന്റെ പരിശുദ്ധ ആത്മാവിലെ ബലപ്പെടണം. എന്തുകൊണ്ട്? അതിന്റെ അടുത്ത വാക്യം പറയുന്നു, പിശാച് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവന്റെ തന്ത്രങ്ങളെ നാം ജയിപ്പാൻ കഴിയേണ്ടതിന്, അവന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് തന്ത്രപരമായ നീക്കങ്ങളെ നീക്കി ദൈവജനത്തിന്റെ നിയോഗത്തെ കളകച്ചാർത്തുവാൻ അന്ധകാര ശക്തികൾ നൂതനമായ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനത്താൽ നാം ബലപ്പെട്ടിരിക്കണം, ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ബലപ്പെട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ അവരുടെ തന്ത്രങ്ങൾ നിഷ്കരണം നമ്മുടെ കാൽക്കീഴിൽ തകർന്നടിഞ്ഞു പോകുവാനിടയാകും. അത് വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. രാത്രി ആത്മനിയോഗമുള്ള ചിലരെ കർത്താവിനെ കാണിക്കുവാനാണ്. നിങ്ങൾ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവരാജ്യത്തിൽ കർത്താവിനെ അന്ത്യ കാലഘട്ടത്തിൽ ചില അതിശയങ്ങളും അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ആത്മാവ് നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ഛിക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിലൂടെ ആത്മാവ് നിങ്ങളെ കടത്തിവിട്ടിരിക്കുമ്പോൾ ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാനുള്ള തിരിക്ക് ആവശ്യമുണ്ട്. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആത്മാവിന്റെ രാത്രി നിങ്ങളോട് സംസാരിക്കാനായിട്ട് തന്ത്രം വരെയുന്നത് പിശാചാണ്. അവൻ എന്താ ഒരു ആയുധം കൊണ്ട് നേർക്കുവരാത്തത്? ദൈവത്തിന് ആയുധമായി നേർക്കുവരാൻ കാരണം എന്താ? കാരണം എന്താ? അവൻ എന്തുകൊണ്ട് ആയുധം മാറ്റി വെച്ചാൽ അവൻ തന്ത്രങ്ങളെ ചെലുത്തുന്നു? പിശാചറിയാൻ നാം ആരെന്നറിയാം. നമ്മിൽ വസിക്കുന്ന ആത്മശക്തിയുടെ ഗാഢത അവൻ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അവൻ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമുക്കറിയാം, പിശാചിന്റെ ഈ ലോകത്തെ ഏക വൈരി ദൈവസഭയാണ്. ദൈവം പാതാളഭൂമിയിലെ ശക്തികളെ തകർക്കുന്ന അധികാരം ഒരു വിശ്വാസികളെ നൽകിയിരിക്കുന്നത് ദൈവസഭയ്ക്കാണ് കൈമാറിയിരിക്കുന്നത്. ആത്മാവ് പ്രാപിച്ചവരായ നാം ഒറ്റക്കെട്ടായി ഒരു ആമേൻ പറയുമ്പോൾ അവൻ വർഷങ്ങളായി പടുത്തുയർത്തിയ ദൈവജനത്തിനെതിരെ പടുത്തുയർത്തിയ ശക്തികൾ അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ ആർജിച്ചുകൊണ്ട് മുൻപോട്ട് ചലിപ്പാൻ പരിശുദ്ധാത്മാവ് ദൈവസമൂഹത്തോട് ഇന്ന് രാത്രി ആലോചന പറയുന്നു. അവർ നാം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുന്ന ചില വ്യക്തികളെ ആത്മാവിന് രാത്രി എന്നെ കാണിക്കുന്നുണ്ട്. കർത്താവ് എന്താ നമ്മളോട് ഇങ്ങനെ ചെയ്തത്? നമ്മൾ ആർക്കാ ഒരു ദോഷം ചെയ്തത് എന്നവരും ആ ആഴത്തിൽ മാനസികമായി മുറിവുകൾ ഏൽപ്പിക്കപ്പെട്ട കാരണത്താൽ വേണ്ടതുപോലെ ദൈവത്തെ ശുദ്ധിപ്പാൻ കഴിയാതെ, സ്തോത്രം ചെയ്യാൻ കഴിയാതെ ഞാനെന്ന സാഹചര്യത്തിൽ പിന്നെ പോട്ട് മനുഷ്യൻ ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന പ്രകൃതം. എന്നാൽ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു മുറിവ് കർത്താവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മുറിവിനെ കെട്ടുവാനും കർത്താവിന് അറിയാം. ഇന്ന് രാത്രി ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും മാനസികമായി മുറിവുകളുമായി ഇന്ന് രാത്രി ഇവിടെ കഴിയുന്നുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിച്ച് മടുത്തുപോയ വിഷയമായ ആരെങ്കിലും ഇന്ന് രാത്രി ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി മഹാരാജാവായ ദൈവം ആ ലോകത്തെ നിനക്കായി വെളിപ്പെടുത്തിയിട്ട് വചനത്തെ പറഞ്ഞയച്ച് ഒരിക്കലും വിരോധി കാണുവാൻ കഴിയാതിരിക്കുന്ന നിലയിൽ ആത്മാവിനോട് പരിശുദ്ധാത്മാവിന്റെ രാത്രി ആലോചന പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. അപ്പോൾ പിശാച് തന്ത്രം മെനയുന്നത് ആർക്കാണ്? നിയോഗമുള്ള ദൈവജനത്തിനെതിരെയാണ് അവൻ തന്ത്രം മെനയുന്നത്. ദൈവരാജ്യത്തിൽ പ്രയോജനകരമായ ഫലം പുറപ്പെടുവിക്കുവാനോ പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ വിധം ആരെങ്കിലും ദൈവം തെരഞ്ഞെടുത്തു എന്ന് പിശാചിനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ കീഴ്പ്പെടുത്തുവാൻ പൈശാചികൻ ശ്രമിക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. ആയുധമായി നിൽക്കുന്ന ഒരു യോദ്ധാവ് തന്റെ ശത്രുവിന്റെ വരവ് നോക്കി പാർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ ആയുധമായി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഇതാ അവന്റെ ശത്രു കടന്നു വരികയാണ്. അവനോളം ബലമുള്ള, അവന്റെ ആയുധത്തോളം മൂർച്ചയുള്ള ആളുമായി കടന്നു വരുന്ന, അവനോളം ശക്തിയുള്ള ഒരു യോദ്ധാവ് കടന്നു വരികയാണ്. അങ്ങനെ അവർ തമ്മിൽ അടുത്തു. ശക്തമായ യുദ്ധം നടക്കും. അടി ശരിക്കും നടക്കും. ആ രണ്ടുപേരും തുല്യ ശക്തിയുള്ളവരാകയാൽ, രണ്ടുപേർക്കും ഒരേ കഴിവുള്ളവരാകയാൽ ആർക്കും ആരെയും കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. അതെങ്ങനെ നീണ്ടു നിൽക്കുവാനിടയാകും. നിവാസൻ പ്രാർത്ഥന വെച്ച് അത് ഓർപ്പിച്ചതുപോലെ ഫുട്ബോളിന്റെ കാര്യം പറയുവാനിടയായി, ഡിഫൻഡർ ഉണ്ടെന്ന് പറയുവാനിടയായി. തുല്യ ശക്തികൾ തമ്മിലുള്ള ഗെയിം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം കഴിഞ്ഞ് ആരും ഗോളടിക്കത്തില്ല, ഒരു ഗോൾ പോസ്റ്റിനും വലയനങ്ങത്തില്ല. കാരണം തുല്യ ശക്തികൾ തമ്മിലുള്ള ഉഗ്രമായ പോരാട്ടമാണ്. അവസാനം അല്പം എക്സ്ട്രാ ടൈം ആണ് വെച്ചു കൊടുക്കും. ആ സമയത്തിലും ആരും ഗോളടിക്കത്തില്ല. പിന്നെ അവസാനം ഒരു സഡൻ ഡെത്ത് ഉണ്ട്. അത് ഭാഗ്യമാണ് കടാശിക്കേണ്ടത്. നിർഭാഗ്യവശാൽ മാത്രമാണ് പലപ്പോൾ തോറ്റുപോകുവാനിടയാകുന്നത്, അല്ലാതെ കഴിവില്ലായ്മയിലല്ല. എന്നതുപോലെ തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം ഉണ്ടായാൽ അത് പെട്ടെന്ന് അവസാനിക്കുകയില്ല. ആത്മശക്തി പ്രാപിച്ചവരായ നാം ഒരു ഭാഗത്തും, അമാനുഷിക ശക്തിയായ പൈശാചികൻ മറുഭാഗത്ത് യുദ്ധം ചെയ്താൽ ഒരുപക്ഷെ പെട്ടെന്നൊന്ന് യുദ്ധം ജയിക്കുവാൻ പിശാചിന് കഴിയില്ല എന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ട് അവൻ എങ്ങനെയും അവൻ തന്ത്രം മെനയുവാൻ തുടങ്ങും.
പിശാചിന്റെ തന്ത്രങ്ങൾ നിമിത്തം ബലി കൊടുക്കേണ്ടി വന്നു. അതിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. അവൻ തന്ത്രപരമായ നീക്കങ്ങളെ നീക്കി വാഗ്ദത്തങ്ങളെ ചിതറിപ്പിച്ച് കളഞ്ഞതുപോലെ യാക്കോബ് പറഞ്ഞു, നിങ്ങൾ എന്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കും. തകർപ്പാനും മുടിപ്പാനും പോരാടി വന്ന അന്ധകാര ശക്തികൾ വെല്ലുവിളിയായി പോരാടുന്ന അന്ധകാരത്തിന്റെ മേഖലകളെയും ആത്മാവിനെ കുറിച്ച് കാണിക്കുകയാണ്. നിങ്ങളൊന്ന് ചത്ത് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച വ്യക്തിബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. നന്മ നിങ്ങളിൽ നിന്ന് പ്രാപിച്ചിട്ട് അവസാനം നന്മ കൊണ്ട് തന്നെ ദോഷം നിരൂപിച്ച തലമുറകൾ ജാതികളുമായി കൂട്ടുപിടിപ്പിച്ച് നിങ്ങളുടെ അവകാശങ്ങളെ അനാവൃതമാക്കി കളയുവാൻ പൈശാചികർ വെല്ലുവിളിപ്പെടുത്തിയ 31 വർഷങ്ങൾക്ക് പിന്നിലെ കാര്യം ആത്മാവ് ദർശിപ്പിച്ചിരിക്കുന്നു. പക്ഷെ ദൈവം നീതിമാനാണ്. അവൻ ആർക്കും കടക്കാരനല്ല. ദീർഘവർഷം കൊണ്ട് വെളിപ്പെടാതെ പോയ ആ അനീതി ദൈവം എന്തുകൊണ്ട് അനീതിക്ക് കൂട്ടുനിന്നു എന്ന് വിചാരിച്ച് ദുഃഖിച്ചു പോയ ആ പൂർവ്വകാലത്തെ കുറിച്ച് അന്ന് കർത്താവ് ഇടപെട്ടില്ല എങ്കിൽ 2007 ശേഷം അതിന് ജീവിച്ചിരിക്കാനുള്ളതല്ല, 2009 ശേഷം ജീവിച്ചിരിക്കുവാനുള്ളതല്ല. കഴിഞ്ഞ വർഷം ഈ വർഷം ആരംഭിക്കുവാൻ മണിക്കൂറുകൾ ശേഷിക്കുമ്പോൾ തള്ളിമറിച്ചിട്ട് അസ്ഥികൾ നിർക്കുവാൻ പൈസ അധികം പോരാടില്ല. ഞാൻ നിന്റെ ഉള്ളകെ താങ്ങിയത് ഓർമ്മയുണ്ടോ? എന്തിനാ ആയുഷ്മാനിയിരിക്കുന്നത്? ഈ കണ്ണുകൊണ്ട് ഇനി വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടേണ്ട ഒരു നീതി കാണുവാൻ ആത്മാവ് ആയുസ് നൽകിയിരിക്കുകയാണ്. പാടകത്തിന് മനുഷ്യൻ പുറമെഴുതലാണെന്നു കർത്താവ് അന്തരിന്ദ്രങ്ങളെ ഇന്ന് രാത്രി മഹാരാജാവായ ദൈവം യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അന്ധകാരത്തിന്റെ അടിത്തറകളിൽ ചിഹ്ന ഭിന്നമാകുവാൻ ഏൽപ്പിക്കുന്നു. രക്തം വചനം ദൈവ നിയോഗമുള്ളവരുടെ സ്വബോധത്തെ ഇല്ലാതാക്കും വിധം നൂതന തന്ത്രങ്ങളുമായി ആവശ്യം നിൽക്കുന്ന അന്ധകാര പരീക്ഷകളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് വചനത്തോട് ചേർന്ന് വസിച്ച് വചനത്തിന്റെ ബലമാർജിക്കുവാൻ ആളുകൾ തയ്യാറാകുന്നുവെങ്കിൽ അവരിൽ ആ ആത്മാവ് കർത്തൃത്വം ചെയ്ത് ബലം പകർന്ന് അന്ധകാര തന്ത്രങ്ങളെ കാൽക്കീഴെ തകർത്ത് കളയുവാനുള്ള വേഗത്തിൽ സാത്താനെ ആരെ കാൽക്കീഴെ? ദൈവത്തിന്റെ കാൽക്കീഴോ? ദൈവം വേഗത്തിൽ സാത്താനെ ആരുടെ എന്താ പറയാൻ പ്രയാസം? എന്റെ കാൽക്കീഴെ ചതച്ചുകളെന്ന് പറയാം. എന്റെ കാൽക്കീഴെ ദൈവമോ വേഗത്തിൽ സാത്താനെ എന്റെ കാൽക്കീഴെ ചതച്ചുകളെ എനിക്കെതിരെയും എന്റെ കുടുംബത്തിനെതിരെയും എന്റെ തലമുറയ്ക്കെതിരെയും എന്റെ ശുശ്രൂഷയ്ക്കെതിരെയും എന്റെ നന്മയ്ക്കെതിരെയും വ്യാപരിച്ച് നിൽക്കുന്ന സാത്താനെ ദൈവം വേഗത്തിൽ എന്റെ കാൽക്കീഴെ ചതച്ചുകളെയും. എന്താ പറയാൻ പ്രയാസം? പേടിയാണ്. ദൈവത്തിന് അല്ലെങ്കിൽ ആത്മശക്തി പ്രാപിച്ചെടുത്തുകൊള്ളുക. ആത്മശക്തി ഉള്ളില്ലാത്തവന് ഭയമാ. പിശാചെന്ന് കേൾക്കുമ്പോൾ ഭയമാ. മരണം എന്ന് കേട്ടാലും ഭയമാ. ഈ രണ്ടുപേര് കേട്ടാൽ ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. അതിന്റെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവന് മരണത്തെ പേടിയില്ല, അവനെ പിശാചിനെ പേടിയില്ല. കാരണം പിശാചിന് എത്ര ഉച്ചയിൽ കാമറ ഇടിച്ചെന്ന് വന്നാലും ദൈവം നിശ്ചയിക്കുന്ന കാലഘട്ടത്തോളം വാഗ്ദത്തമായി മുൻപോട്ട് തന്നെ പോകുവാനിടയാകും. അത് ആകാശ ഭൂമി മാറിപ്പോയാൽ ആ വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റം വരുന്നതല്ല. പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തില് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വചനഭാഗം ആദ്യമായി പറയുവാണ് വായ്പാടയായി. ഒടുവിൽ പൗലൂസിനെ സദൂക്യന്മാരും പരീക്ഷന്മാരും കൂടെ ഏതാണ്ട് വലിച്ചു കീറുന്ന ഭാഗത്തിൽ രണ്ടുപേരും രണ്ട് തത്വങ്ങളിലാണ്. അങ്ങനെ പരീക്ഷ തത്വത്തിനോട് ചേർന്ന് നിൽക്കുന്ന പൗലോസിന്റെ വാദ നിമിത്തം പൗലോസിന്റെ പക്ഷം ചേർന്ന ഒരു ഗ്രൂപ്പ്, മറുഭാഗത്ത് എതിർ ഗ്രൂപ്പ്, രണ്ടും കൂടെ ഇങ്ങനെ വലിയ വാഗ്വാദം ഉണ്ടായി. ഇതിനിടയിൽപ്പെട്ട് പൗലോസ് ഉഴന്നു. അവനെ വലിച്ചു കീറുന്നത് ബോധ്യപ്പെട്ടപ്പോൾ പോലീസുകാർ അടിയന്തരമായി ഇടപെട്ടിട്ട് പൗലോസിനെ അവിടെ നടുവിൽ നിന്ന് വിടുവിപ്പാൻ കൂടി വിടിയായി. അങ്ങനെ വിടുവിച്ചപ്പോൾ കർത്താവിന്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു, നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ആ വാഗ്ദത്തം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കിട്ടിയ ആ രാത്രി 40ഓളം യൗവനക്കാർ സംഘം ചേർന്നു. അവനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ വെള്ളം കുടിക്കില്ല. ദൈവത്തിലെ നിയോഗമുള്ളവർ ദൈവത്തിലെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ നിന്നൊരു വാഗ്ദത്തം പുറപ്പെടുമ്പോൾ ആ വാഗ്ദത്തം കേട്ട് കഴിഞ്ഞ് 24 മണിക്കൂറിനകം ഭൂമിയിൽ പൈശാചികൻ തന്ത്രങ്ങൾ നനയുവാനിടയാകും. ഭയപ്പെട്ടു പോകരുത്. ഈ മകൾ ഭയത്തിന്റെ ആത്മാവിനെ ഉദരിപ്പിക്കുന്ന ആത്മാവ് എന്നെ കാണിക്കുന്നത് പേടി. രാത്രി ദോഷകരമായത് സംഭവിക്കുമോ എന്ന് ഭയപ്പെടുത്തുന്ന ദുരാത്മാക്കളുടെ പോരാട്ട നിമിത്തം ആത്മാവിൽ വില വെച്ചെടുക്കാൻ കഴിയാതെ വിലഹിതപ്പെട്ടിരിക്കുന്ന അവസ്ഥകളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക തലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. വചനത്തിന്റെ ശക്തി ബലമായി വെളിപ്പെടുവാൻ കഴിയാതെ ഞരക്കുന്ന അന്ധകാര തലത്തിന് മേൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയം പ്രഖ്യാപിക്കുന്നു. രക്തം വചനം ജയം. ും
പക്ഷേ ദൈവത്തിന്റെ നിയോഗപൂർവ്വ വാഗ്ദത്ത പ്രകാരം പൗലോസിനെ കൊല്ലുവാൻ അവർക്ക് തൊടുവാൻ പോലും കഴിഞ്ഞില്ല. വീണ്ടും കുറെ നാളായി, അല്പനേരം കഴിഞ്ഞപ്പോൾ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു, വളരെ നാളായി സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണുവാൻ കഴിയാതെ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ആ രാത്രി യഹോവയുടെ ആത്മാവ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞേ? ഞാൻ യെരൂശലേമിൽ വെച്ച് പറഞ്ഞ കാര്യം അത് അന്ന് അവിടെ വെച്ച് പറഞ്ഞതാണെങ്കിലും, പക്ഷെ ഇനിയിപ്പോ രക്ഷയില്ല. ഇനിയിപ്പോ എന്തായാലും നീ പ്രത്യാശയോടെ കാത്തിരിക്കെ, നിന്നെ ഞാൻ വെളിയോടെ കൊണ്ടുപോകാം എന്നല്ല കർത്താവ് പറഞ്ഞത്. യെരൂശലേമിൽ വെച്ച് ആയിരുന്നപ്പോൾ കർത്താവ് പൗലോസിനോട് എന്താണ് പറഞ്ഞത്? ആ കാര്യം അടിവരയിട്ട് ഉറപ്പിക്കും വിധം ഒന്നും കൂടെ സൂചന കൊടുത്തു. നീ റോമിൽ എന്നെ സാക്ഷീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കടന്നു വരുമ്പോൾ പുതിയൊരു വാഗ്ദത്തം ഉണ്ടാക്കി ദൈവം തപ്പുകയല്ല തടുതപ്പുകയല്ല ചെയ്യുന്നത്. നമ്മുടെ സുഖകാലത്തിലും പൂർവ്വകാലത്തിലും ആത്മാവ് നമ്മളോട് എന്ത് പറഞ്ഞുവോ അത് തന്നെ അതിനെതിരെ നിൽക്കുന്ന സാഹചര്യത്തിലും അത് തന്നെ അടിവരയിട്ട് ഉറപ്പിക്കും വിധത്തിൽ അവൻ വീണ്ടും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന കാര്യമാണ് ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സാഹചര്യ സമ്മർദ്ദങ്ങൾ എത്ര കഠിനമായാലും ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മധൈര്യമുണ്ട്. ശബ്ദത്തോടുകൂടെ സഭ ഒന്നടങ്കം ധൈര്യമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും വിധി പുറപ്പെടുവിക്കാൻ കഴിയാതെ വിഷയങ്ങളിൽ സ്വർഗം നമുക്ക് വേണ്ടി മഹത്വം വെളിപ്പെടുത്തുവാൻ സർവശക്തനാകുന്നുവെന്ന് ആത്മാവിന്റെ രാത്രി ജനത്തെ സാക്ഷിയാക്കി ആലോചന പറയുന്നു. അത് വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. രക്തത്താൽ വചനത്താൽ ജയം, ആ നിർമ്മലമായ ദൈവിക സഹിത്വം ഈ ജനത്തിന് ആശ്വാസപ്രദമായി ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും. അവസാനം കിട്ടിയ തടിക്കൃഷ്ണകൾ തപ്പിപ്പിടിച്ച് അവർ ഒരു കരയിൽ ചെന്നെത്തി. ഈ വല്ല പ്രസംഗം നിന്നല്ല, പക്ഷെ ആത്മനിയോഗത്തിൽ അങ്ങനെ കൂടെ പോവുകയാണ് എന്നോട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പൊ ആകെ പ്രശ്നമാണ്. ബർബരന്മാര് മെലുത്തിയാണെന്ന് പറഞ്ഞു. പുറംലോകവുമായി ബന്ധമില്ലാതിരിക്കുന്ന മനുഷ്യത്വം തൊട്ട് തിരിഞ്ഞിട്ടില്ലാത്ത ബർബരന്മാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അവരുടെ ആൾക്കാരുടെ സ്വഭാവം അറിയാം. പക്ഷെ അതിനെ പറഞ്ഞു അസാധാരണമായ ദയ അവർ ഞങ്ങളോട് കാണിച്ചു. ഇവിടുത്തെ ബർബരന്മാർ അസാധാരണമായ ദയ ഞങ്ങളോട് കാണിച്ച് അങ്ങനെ ദയെല്ലാം കാണിച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോൾ കാണാം ഒരു സാധനം കയറി പുള്ളി കൈക്ക് കയറിയൊക്കെ തൂങ്ങി. അതുവരെ സന്തോഷമായി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം അവിടെ ഇപ്പൊ തോന്നിയ ഇവനൊരു കൊലപാതകം ശംശമില്ല. എടാ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതി ദേവി ഇവനെ ജീവിച്ചിരിക്കാൻ സംഭവിക്കുന്നില്ല. ഇവനൊരു കൊലപാതകം തന്നെ. ഇവൻ ചെയ്ത പ്രവൃത്തിയുടെ ശിക്ഷ തന്നെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇവ ഇപ്പൊ ഇവൻ വീർപ്പ് മുട്ടി ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് വീർപ്പ് മുട്ടി ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്ന ബർബരന്മാർ ആത്മാവ് സംസാരിക്കുന്നു. ചിലരിങ്ങനെ നോക്കി നിൽക്കുക, വീർപ്പ് മുട്ടി ചാകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ചില കുടുംബങ്ങളിൽ ഒരു ഇടർച്ച ഒന്ന് വന്നു കഴിയാൽ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യം ഇതൊക്കെ ചുമ്മാ പ്രഹസനമില്ല, എനിക്ക് നമ്മൾ എത്ര കണ്ടതെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു മനുഷ്യനെ കർത്താവിനെ കാണിക്കും. അത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഇടർച്ചയാണ്. പൂർവ്വകാലത്തിൽ സ്നേഹിതനും എന്നാൽ ഇപ്പോഴും വിശ്വാസം സംബന്ധിച്ച് ഇടർച്ച വരുത്തി വ്യക്തികളെ പറഞ്ഞു തിരിക്കുകയും ചെയ്ത ഒരു കൗലിയുടെയാണെന്ന് ആത്മാവ് കാണുന്നു. ഭവനങ്ങളിൽ സ്നേഹത്തിന്റെ വശീകരണത്തിലൂടെ നുഴഞ്ഞു കയറി മനുഷ്യരുടെ കാഴ്ചപ്പാടുകളെ തെറ്റിപ്പിച്ച് ആത്മാവിൽ രക്ഷപ്പെടുവാൻ കാംക്ഷിക്കുന്ന ആത്മാക്കളെ അതും ഇതും പറഞ്ഞ് കള്ളവും അവിടുത്തെ ചതിയിൽപ്പെട്ട് വഞ്ചിക്കപ്പെട്ടു പോകരുതെന്ന് പറഞ്ഞ് അന്ത്യകാലത്തെ കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് ആ പേരോടുകൊണ്ട് പലരും അവന്മാരൊക്കെ വന്ന് വീട് കയറി എന്ന് പറഞ്ഞുകൊണ്ട് വിലവരാധികളായ വചനത്തിന്റെ നിശ്ചയമില്ലാത്തവരെ പറഞ്ഞു തിരിപ്പിച്ച് വഴികളെ അടയ്ക്കുന്ന അന്ധകാരതലങ്ങളെ ആത്മാവ് കാണുന്നു. ആകെ ഒരു ദോഷങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇവക്ക് വീർപ്പ് മുട്ടി ചാകും. അവരിങ്ങനെ പൗലോസിനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ പൗലോസ് എന്താ ദൈവത്തോട് ആലോചന ചോദിക്കാത്ത? യെരൂശലേമിലായിരുന്നപ്പോൾ തന്നെ കൊല്ലുപോയെന്ന് ഭയപ്പെട്ടപ്പോൾ കർത്താവ് ഇടപെട്ടു. നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകും. കപ്പൽ ഛേദമുണ്ടായപ്പോഴോ അപ്പോ ഒന്ന് ഭയപ്പെട്ട് കാണും. അതുകൊണ്ടാണല്ലോ ദൂത് ഇറങ്ങിയത്. ദൂത് എന്ത് പറഞ്ഞു? നീ റോമിൽ എന്നെ സാക്ഷീകരിക്കണം, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. പാമ്പ് കൈക്ക് തൂങ്ങിയപ്പെടുന്ന ദൂത് ഇറങ്ങാത്ത ഉറപ്പായി. എന്തുറപ്പായി? റോമിൽ വെളിപ്പെടേണ്ട വാഗ്ദത്തം പൂർത്തീകരിക്കാത്തടത്തോളം കാലം മെലിത്തലെ സകല പിശാചുകളോടെ വന്ന് പാമ്പായി കൂട്ടിയാലും നിന്നെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാത്തടത്തോളം കാലം ഏവരെങ്കിലും അതുവിധം പറഞ്ഞുകൊണ്ട് കാരണത്താൽ തകർന്നു പോകുമെന്നാണ് വിചാരിക്കുന്നത്. ചിലതിങ്ങനെ വീർത്തു മുട്ടി ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് ദുരപമാനികളെ നിൽക്കുമ്പോൾ അതേ വായുകൊണ്ട് പറയും ഇവൻ
ഒരു ദേവൻ, സംശയമില്ല. അവിടെ പ്രാർത്ഥിക്കാൻ പോണ്ട എന്ന് പറഞ്ഞ പല അച്ഛന്മാരുടെ മക്കളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരാനായിട്ട് പോകുകയാണ്. യേശുവിന്റെ നാമത്തില് ഈ യേശുവിനരികിൽ രാത്രി ചൂട്ട് കത്തിക്കുച്ചുകൊണ്ട് ഒരു പരീക്ഷ വന്നു. അവന്റെ പേരാണ് നിക്കോദീമോസ്. പകൽ വന്ന നാട്ടുകാരെ പിടിച്ചു ചേർത്ത് നീ എങ്ങോട്ട് പോകുക? യേശുവിനെ കാണാൻ പോകുക എന്ന് പറയാൻ പറ്റത്തില്ല. യൂതന്മാരെ പിടിച്ചെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. അതുകൊണ്ട് രാത്രി ആരും കാണാതെ യേശുവിനെന്ന് പറയാണ്, കർത്താവേ, വാസ്തവത്തിൽ ഉയരത്തിൽ നിന്ന് അയച്ചിട്ടല്ലാതെ ആർക്ക് ഇമ്മാതിരിയുള്ള കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. യേശുവിന് അവന്റെ കാര്യം മനസ്സിലായി. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നു, നീ ദൈവരാജ്യം കാണുക എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സംശയം വേറെ കൊച്ചുകുട്ടികളെ പോലെയായിരുന്നു. ന്യായപ്രമാണം അരച്ചു കുടിച്ചു പഠിച്ചിട്ട് നീ ഇതിനെ കുറിച്ച് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ച് വീണ്ടും അദ്ദേഹത്തെ ഉറച്ച് സ്ഥാപിക്കേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ യേശുവിന് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ രാത്രിയാമങ്ങളിൽ പ്രാർത്ഥന സഹായം ചോദിച്ച് മറ്റാരും ഇല്ലാത്തപ്പോൾ വന്ന് പ്രാർത്ഥന ചോദിക്കും വിധത്തിലുള്ള ചില വെളിപ്പാടുകൾ ആത്മാവിനെ ദർശിപ്പിക്കുകയാണ്. അന്ന് ദൈവം കാണിച്ച നീതി വളരെ ഉന്നതവും ഉത്കൃഷ്ടവുമായിരിക്കുമെന്ന് പ്രിയദാസനോട് ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ആലോചന പറയുവാനായിട്ടിടയായി. ചില വ്യക്തിത്വങ്ങളുടെ പ്രകൃതം കണ്ട് വേഗത്തിൽ കോപത്തിന്റെ ആത്മാവിനെ പുറത്തെടുക്കാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് ആത്മാവ് സംസാരിക്കുന്നു. ചില വ്യക്തികളുടെ പ്രകൃതം കണ്ടപ്പോൾ മോശയ്ക്ക് കോപം അങ്ങോട്ടുണ്ടായി. കൈ കൊടുത്ത സാധനം എടുത്തൊരൊറ്റ അടിച്ചങ്ങട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ പറക്കിയെടുത്ത് പൊടിച്ച് വെള്ളത്തിലാക്കി എല്ലാത്തിനെയും കുടിപ്പിച്ചു. ഇതിന്റെ കോപം എന്തോ കോപമായിരുന്നു. ഇത്രയും നാൾ വില കൊടുത്ത് ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുത്ത ആത്മാധികാരത്തെ അവനൊക്കെ കണ്ണിന്റെ മുമ്പിൽ അത്ഭുതം കണ്ടിട്ടും നിസാരപ്പെട്ട വിഷയത്തിൽ പിന്മാറി പോകുന്നത് കണ്ടാൽ പിന്നെ ആർക്കോ കോപം വരാതിരിക്കുന്നത്? രക്തം വേർപ്പാക്കി യാമങ്ങളിൽ പോരാടി പ്രാർത്ഥിച്ച പ്രാർത്ഥന നിമിത്തം സ്വർഗം തുറന്ന അടിയന്തരമായി നിസാരപ്പെട്ട വിഷയത്തിൽ കർത്താവിനെ തള്ളിക്കളഞ്ഞ് മാറിക്കളയുമ്പോൾ എങ്ങനെ കോപം വരാതിരിക്കുന്നത്? യഹോവയുടെ പശ്ചാത്തലവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു കർത്താവ് ഒരു ശുദ്ധീകരണം നടത്തുമ്പോൾ ആത്മാവ് പ്രാപിച്ച പ്രിയ സഹോദരനോട് ആത്മാവ് സംസാരിക്കുന്നത്, നിങ്ങളെ ബലഹീനപ്പെടുത്തുവാൻ പൈശാചിക തന്ത്രങ്ങൾ മെനയും എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിയണം. നെഹമ്യാവിന്റെ പുസ്തകം നമുക്കൊന്ന് വായിക്കാം. യേശുവിന്റെ മഹത്വം. ഒന്നാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചു. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ചു നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. 4-ാമത്തെ വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ജനം വളരെ ദുഃഖത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എന്ന വാർത്ത നെഹമ്യാവിനെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞു. പ്രാർത്ഥനയിൽ പോരാടിയ ദൈവമനുഷ്യൻ ദൈവ നിയോഗപ്രകാരം സമയം അടുത്ത് വന്നപ്പോൾ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ന് ഇത് മനോവ്യസനമല്ല, മറ്റൊന്നുമല്ല. തന്റെ ആത്മഗതം രാജാവിനോട് പറയുകയും രാജാവ് മനസ്സലിഞ്ഞിട്ട് യുക്തമായി ഇത് ചെയ്യുവാൻ അദ്ദേഹത്തിന് അനുമതി കൊടുത്തു. ആ അനുമതിയുമായി തന്റെ കൂട്ടുസഹോദരന്മാരെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, വരിക, ഇനിയും നാം നിന്ന പാത്രമായി തീരുവാൻ ഇടവരാതിരിക്കേണ്ടതിന് എഴുന്നേറ്റ് പണിയുക. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യം സാധിക്കും. അങ്ങനെ ആത്മധൈര്യം പൂണ്ട് അവർ ധൈര്യമായി നദി കടന്ന് അക്കരെ ചെന്ന് കെട്ടുപണികൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ചപ്പോൾ സൻബല്ലത്ത് തോബിയായ പുരുഷന്മാരുടെ നിയോഗത്താൽ കാര്യം നടപ്പിൽ വന്നില്ല എന്ന് കരുതിയിട്ട് തങ്ങളെ കൂടാതെ അവർ പണി ആരംഭിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പണിയെ കെടുത്തിക്കളയുവാൻ, അവരുടെ മനോവീര്യത്തെ കെടുത്തിക്കളയുവാൻ അവർ തന്ത്രമുഴക്കുവാനിടയായി. അബ്രഹാം പുത്രന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്ന ശാശ്വത അവകാശത്തെ ജാതീയ രാജാക്കന്മാർ തരിപ്പണമാക്കി ചണ്ടിക്കൂമ്പാരമാക്കി വെച്ചിരിക്കുമ്പോൾ ആ ചണ്ടിക്കൂമ്പാരത്ത് നോക്കിക്കൊണ്ട് തോബിയാവ് പറയുക, അല്ല, യവന്മാർ എന്ത് ചെയ്യാൻ പോവുക? ഈ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് യവന്മാർ കല്ലുകൾ മുളപ്പിക്കുമോ?
നിങ്ങളെ ജീവിച്ചിരിക്കുന്നത് അത്ഭുതമാണ്. 2000-ന് ശേഷം ജീവിച്ചിരിക്കാനുള്ളവനെയല്ല. ആത്മാവ് സംസാരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹമാണ്. ഇതെല്ലാം കാരണം നിസ്സാരപ്പെട്ട ഒരു സാമ്പത്തിക ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ ഇടർച്ചയിലൂടെ മനം നൊന്നിട്ട് എന്നോട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ ജാതികളെ കൂട്ടുപിടിച്ച് ചെയ്ത തന്ത്രങ്ങൾ നിമിത്തം ഒരു കാലത്തിൽ കൊടുത്ത വില വളരെ വലുതാണ് എന്ന് ആത്മാവ് എന്നോട് സംസാരിക്കാനിടയിൽ അതിന് സ്വബോധം നഷ്ടപ്പെട്ടു പോകും വിധത്തിലുള്ള പ്രവൃത്തികൾ ഒരു ഉറുവിനെ പോലും കൊല്ലാൻ മനസ്സോടുന്നില്ല. പക്ഷേ ചില ആൾക്കാർ കൊലപാതകന്മാരെ പോലും നോക്കുന്ന പ്രകൃതം ആത്മാവ് ദർശിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് സംസാരിച്ചിരിക്കുന്നത് ദൈവനീതി കാണേണ്ടതിന്, ദൈവമഹത്വം കാണേണ്ടതിന്, കർത്താവ് മിണ്ടാതിരുന്ന വിഷയത്തിന് മേൽ സ്വർഗം നീതി വെളിപ്പെടുത്തി തരേണ്ടതിന് കർത്താവിന്റെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വന്നുകൊള്ളുക എന്ന് ആത്മാവ് സംസാരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിനും ആത്മാവിന് ക്രിയ ചെയ്യണം. അറമദൂർക്കൂടെ കസ്സലത്തെ കേശകരിയാതിന് പൂർവികന്മാരുടെ ചില വ്യാജ പ്രമാണങ്ങളാൽ വീണ്ടും ബന്ധിക്കപ്പെട്ടു പോകേണ്ടതിന്, ലഭിക്കപ്പെട്ട ആത്മപ്രകാശത്തെ തെളിയിപ്പാൻ കഴിയാതെ ഞെരുക്കേണ്ടതിന്, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് ഞെരുക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക തലകളെ ആത്മാവിൽ തിരിച്ചറിയുകയും എന്റെ സന്നിധിയിൽ ഏകാന്തതയിൽ മാറി നിന്നുകൊണ്ട് പ്രാർത്ഥന സഹകാരിയായി എന്റെ സന്നിധിയിൽ കടന്നു വരാൻ തയ്യാറാകുന്നുവെങ്കിൽ എന്റെ ശബ്ദം ഞാൻ നിന്നെ കേൾപ്പിക്കുകയും നീ ചെയ്യേണ്ടത് ഇന്നത് എന്ന് ഞാൻ നിന്നെ കേൾപ്പിച്ച് എന്റെ പാത നിനക്ക് വേണ്ടി കാണിച്ചു തരികയും ചെയ്യുമെന്നാണ് ആത്മാവ് സംസാരിക്കുന്നത്. ഈ മറന്നല്ലെ ഗുസ്സറന്തല്ലേ വീശകരത്തിനെറിയോ 2 വാഗ്ദത്തങ്ങൾ ഈ കണ്ടുകൊണ്ട് കാണുവാനുണ്ട്. അപ്പോൾ പിന്നെ ബെലീത്തയിലെ പ്രമാണം കൊണ്ട് എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുന്നത്? റോമിൽ വാഗ്ദത്തം പൂർത്തീകരിക്കാതെ കിടക്കുമ്പോൾ എങ്ങനെയാ ജാതീയ പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങളെ നിങ്ങൾ ചത്തു പോകുന്നത്? അടവാറ തിരുക്കസ്തറിയോർത്തനാമറിയാന 40 വയസ്സിന് ശേഷം സുബോധമില്ലാത്തവനെ പോലെ നടക്കണമെന്ന് പിശാച് ആഗ്രഹിച്ചതാ മകനെ. പിതാക്കന്മാരുടെ ദേശത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ മറഞ്ഞു കിടക്കുന്ന ജാതീയ തന്ത്ര ശക്തികളിൽ നിന്ന് കടന്നു വന്ന അന്ധകാരത്തിന്റെ മന്ത്രങ്ങൾ അടവന്താനിൽ വിടകത്തിന് സുബോധമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുവാൻ പൈശാചികൻ കൂട്ടിച്ചേർത്ത ആയുധങ്ങളൊക്കെ ആത്മാവിനെ ദർശിപ്പിക്കുമ്പോൾ മകനെ നീ വേണ്ടതുപോലെ എന്നെ അറിയാത്ത നാളിൽ എന്റെ മഹത്വം ഞാൻ നിന്നെ നൽകിയത്, എന്റെ തേജസ് നിന്റെ മേൽ പകർന്നത് എന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എന്റെ മഹത്വം നിന്റെ മേൽ പകർന്ന് ഒരു പുതിയ ആയുധമാക്കി ഉപയോഗിച്ച് ദൈവരാജ്യത്തിൽ ചില ഫലങ്ങളെ പുറപ്പെടുവിക്കാനായിട്ട് ഞാൻ നിന്നെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് പോകുകയാണ്. ചില ബന്ധനങ്ങളുണ്ട്. ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ ചില വ്യക്തിബന്ധങ്ങളുടെ തടസ്സങ്ങളുമുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിർമ്മലമായ ആത്മാവിന്റെ സാഹിത്യത്തിൽ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയാത്തവർക്ക് ഞാനെന്ന പൈശാചിക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അതിനെ ചിഹ്ന ഭിന്നമാക്കുകയാണ്. രക്തം വചനം ദൈവകൃപ. ആമേൻ. പണ്ട് നിനക്ക് കണ്ണിൽ ഉണ്ണിയായിരുന്ന വ്യക്തികളൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നേ? മകളെ നീ ആത്മാർത്ഥമായി സ്നേഹിച്ചവരൊക്കെ ഇപ്പൊ ഇവിടെ പോയി. ഉടകാറുമുന ദോഷത്തിന്റെ പകരം ദോഷം നിരൂപിക്കുന്ന തലമുറയുടെ ഇടയിൽ നിന്നാണ് നിന്നെ കൊണ്ടുവരുന്നത്. ഇന്ന് രാത്രി ആത്മാവ് സംസാരിക്കുന്ന ദൈവത്തിന്റെ ഒരു കാര്യം മകനെ നിന്നെ കൊണ്ട് ചെയ്യിക്കാനായിട്ടുണ്ട്. ഏൽപ്പിച്ച് കൊടുത്തുകൊള്ളുക. ആകാശഭൂമി മാറിപ്പോയാലും അവന്റെ വാഗ്ദത്തം മാറിപ്പോകുകയില്ല എന്ന് ആത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നു. നമ്മോട് കൂടെ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടി ഉദവി ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നവരെ തന്നെ തിരിച്ച് നമ്മുടെ മനോധൈര്യത്തിൽ ചൂടിനെടുത്ത് കളയുവാൻ പൈശാചികൻ പോരാടും. നമ്മളെ ആഴത്തിൽ മാനസിക മുറിവുകളെ വരുത്തി പോരാടുവാൻ ശ്രമിക്കും. ദാവീദ് പറഞ്ഞു, എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ കുതികാൽ വെട്ടിയിരിക്കുന്നു. 2 ശമൂവേൽ 15:31 വായിച്ചിട്ട് വേഗത്തിൽ. 2 ശമൂവേൽ 15:31, 2 സാമുവേൽ 15:31. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ദാവീദിന്റെ പ്രാണസ്നേഹിതനായിരുന്നു അഹീതോഫേൽ. ദാവീദിനോട് കൂടെ തന്റെ യാത്രയിലും ജോലിയിലും തന്റെ യുദ്ധത്തിലും ഒക്കെ നല്ല ആലോചന പകർന്നു കൊടുത്ത ഒരു പുരുഷനായിരുന്നു അഹീതോഫേൽ. അദ്ദേഹം കണക്ക് കൂട്ടി ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ പ്രവാചക വാക്കുപോലെ ഫലിക്കുവാനിടയുള്ള ഒരു വ്യക്തിയായിരുന്നു അഹീതോഫേൽ. എന്നാൽ ഇപ്പോൾ ദാവീദിന്റെ കഷ്ടകാലത്തിൽ തന്റെ സ്വന്തം പുത്രൻ തന്നെ തനിക്കെതിരെ തിരിഞ്ഞ് തന്നെ കൊല്ലുവാനുള്ള തന്ത്രങ്ങൾ വരെയുമ്പോൾ തന്റെ പ്രാണസ്നേഹിതനായിരുന്ന അഹീതോഫേൽ ദാവീദിന്റെ ശത്രുവായി തീർന്നുകൊണ്ടിരിക്കുന്ന സ്വന്തം മകനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്റെ യജമാനെതിരെ തന്ത്രങ്ങൾ മെനയുവാൻ തുടങ്ങി.
ഇത് തന്നെ വല്ലാതെ തകർപ്പാനായിട്ട് ഇടയായി. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നാം പ്രാർത്ഥിക്കുകയും നാം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിബന്ധങ്ങളിലൂടെ പൈശാചിക തന്ത്രപരമായ നീക്കങ്ങൾ നീക്കി നമ്മുടെ നിലനിൽപ്പിനെതിരെ തന്ത്രങ്ങൾ വരുമ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് സ്തോത്രം പറയാൻ പറ്റുന്നത്? നമുക്ക് പിന്നെ എങ്ങനെ ആമേൻ പറയാൻ പറ്റുന്നത്? പ്രിയ സഹോദരങ്ങളെ, നിയോഗമുള്ള ദൈവ പൈതലിനെതിരെ തന്ത്രങ്ങൾ മെനയപ്പെടും. പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും ചങ്ങനെ കോർത്തണയ്ക്കുന്നത് പോലെ ഈ അമേരിക്കയിൽ വന്നിട്ടും ഗതി പിടിക്കാത്ത സാഹചര്യം പോലെയാണെങ്കിൽ ഒന്ന് ശാപമോ ദോഷമോ പിതാക്കന്മാർ ചെയ്ത തെറ്റുകുറ്റങ്ങളൊന്നും അല്ല പ്രിയമുള്ളവരെ. നീയോ നിന്റെ കുടുംബത്തിനോ നിന്റെ ഗോത്രത്തിനോ നിന്റെ സ്നേഹിതർക്കോ ആർക്കും അനുഭവിപ്പാൻ യോഗ്യതയില്ലാത്ത ഏതോ ഒരു വാഗ്ദത്തം നീ അറിയാതെ നിന്റെ ശിരസിൽ കർത്താവ് കൊണ്ട് വച്ചിട്ടുണ്ട്. അതാണ് ഈ കാരണം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ആകെ ഇടർച്ചാ ഹേതുവായി കൂട്ടി രക്തബന്ധങ്ങളോ ചാച്ചക്കാരോ ആരോ വന്നാലും ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ശക്തികളോടും ആലോചന പറയുന്നു. അത് വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. തന്ത്രമെനിയും സുഹൃബന്ധങ്ങൾ തന്ത്രമെനിയും കൂട്ടാളികൾ തന്ത്രമെനിയും ഇടറി പോകരുത്, കുലുങ്ങി പോകരുത്. അദ്ദേഹം മലമുകളിൽ ആ മലമുകളിൽ നിന്ന് ഒലിമലയുടെ മുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന, കർത്താവേ യഹോവേ അക്രമേലിന്റെ ആലോചനയെ ആബദ്ധമാക്കണം. വീണ്ടും അദ്ദേഹം കിഴക്കൻ മലയോര പ്രദേശമായ ബഹൂരിൽ ലക്ഷ്യമാക്കി ഇങ്ങനെ മുൻപോട്ട് യാത്ര ചെയ്യുകയാണ്. അവിടെ ആരോട് പാർക്കുന്നത്? ബഹൂരി നിവാസികൾ, ബെന്യാമിൻ ഗോത്രർ തിങ്ങി പാർക്കുകയാണ്. സ്വാഭാവികമായും ദാവീദിന്റെ ഈ കഷ്ടതയിൽ അവനെ പരിരക്ഷിക്കുവാൻ സഹായിപ്പാൻ കടംപെട്ടിരിക്കുന്ന രക്തബന്ധങ്ങൾ തന്നെയാണത്. എങ്കിൽ അങ്ങനെ തന്റെ ഈ സഹോദരങ്ങൾ തന്റെ ഈ കഷ്ടതയിൽ തന്നെ സഹായിക്കുമെന്ന് കരുതി അദ്ദേഹം തന്റെ കുടുംബങ്ങളെ കുട്ടികളൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഇതാ ഒരു ഗ്രൂപ്പ് എതിർപ്പെട്ട് വരികയാണ്. ഒരു യൗവനക്കാരന്റെ നേതൃത്വത്തിൽ ഗേറ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മകൻ ശിമയും അവരുടെ കൂട്ടാളികളുമായി ചേർന്ന് കൂട്ടുകെട്ടുണ്ടാക്കി എതിരെ കടന്നു വരികയാണ്. അവൻ വന്ന് ഇപ്രകാരം പറയുക, രക്തപാതക നീജ പോ, യഹോവ ശൗര്യത്തിന്റെ രക്തം നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു, നീ അവന് പകരമല്ലോ രാജാവായത്. യഹോവ രാജ്യത്വം നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി നിന്റെ മകനായ അബ്ശലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. മനസ്സാവാചാറിയാത്ത ശാപദൂഷണ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മനോവീര്യത്തെ കെടുത്തേണ്ടതിന് ഇതാ ഗേരയുടെ സന്തതി വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. ഈ കാരണം കൂടാതെ ശപിക്കുന്ന ഈ യൗവനക്കാരനെ തകർപ്പാനും മുടിപ്പാനും ശേഷിയുള്ളവരാണ് ദാവീദിനോട് കൂടെ യാത്ര ചെയ്തു വരുന്ന യോദ്ധാക്കളായ പുരുഷന്മാർ. അവന്റെ പെങ്ങളുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശീഘ്രഗാമികളാണ്. അവൻ അധികായന്മാരെ മല്ലന്മാരെ പോലും ഭയപ്പെടാതെ പോകുന്ന പോക്കില് അവൻ ഏത് റൂട്ടിൽ പോകുന്ന അവരെ അരിഞ്ഞ് താഴിട്ടേ പോകത്തുള്ളൂ. അല്ലാതെ വളഞ്ഞ ആക്രമണം അല്ല അവർക്ക്. ഇവരൊക്കെ ശീഘ്രഗാമികളാണ്. ശത്രുവിന്റെ പാളയത്തിലേക്ക് അങ്ങോട്ട് ഏഴച്ചൊരു കയറുമ്പോൾ അങ്ങോട്ട് കയറും. ആ പോകുന്ന റൂട്ടിന്റെ തല അരിഞ്ഞ് കൊയ്ത് താഴിട്ടോടെ പോകത്തുള്ളൂ. ഒറ്റയടിക്ക് 300, 400, 400 പേര്, 430 പേര്, 330 പേര്, 920 പേര്, ഇത്ര എണ്ണത്തെ വക വരുത്തിട്ട് ഒറ്റ പോക്ക് പോയിട്ട് അവൻ പാട്ടിൽ പോകും. അതാണ് ശീഘ്രഗാമികൾ. അങ്ങനെ ശെരിയായുടെ പുത്രൻ, ശെരിയായുടെ ദാവീദിന്റെ പെങ്ങൾ ശെരിയായുടെ മകൻ അബിശായി അവന്റെ രക്തം അങ്ങ് തിളയ്ക്കാൻ തുടങ്ങി. തന്റെ അമ്മാവനെ ഇങ്ങനെ ശപിക്കുന്നത് കണ്ടിട്ട് അമ്മാവനെ നോക്കി നിൽക്കുക. അമ്മാവൻ എന്തോ പറഞ്ഞു നോക്കുക. അങ്കിൾ എന്തു പറയുന്നു? അങ്കിളൊന്ന് തല കുലുക്കിയാൽ പിന്നെ ശിവയുടെ തല അവന്റെ പടലിക്കകത്ത് കാണത്തില്ല. പക്ഷേ ദാവീദോ ഒന്നും പറയുന്നില്ല. പക്ഷേ അനന്തരന്റെ കൺട്രോൾ വിട്ട് അദ്ദേഹത്തിന്റെ ഉറയിൽ നിന്ന് തന്റെ വാളങ്ങോട്ട് വലിച്ചുരിയിട്ട് മുമ്പോട്ട് ചെന്നിട്ട്, ഈ ചത്ത നായി എന്റെ യജമാനെ ഇങ്ങനെ ശപിക്കുന്നതെന്ത്? ഞാൻ ചെന്നവന്റെ തല വെട്ടിക്കളയട്ടെ. ദാവീദിന്റെ സഹിഷ്ണുത ഭയങ്കരമാണ്. അദ്ദേഹത്തിന്റെ ശബ്ദമാണ് പറയുക, ഈ ശരിയായ പുത്രന്മാരെ, എനിക്ക് നിങ്ങൾക്ക് തമ്മിലെന്ത്? ദാവീദിനെ ശപിക്കായെന്ന് യഹോവ അവരോട് കൽപ്പിച്ചു. ദൈവത്തിന്റെ സമ്പൂർണമായ വിധി അവിടെ പുറപ്പെട്ടു വരേണ്ടതിന് തന്റെ അധികാരത്തെ താൻ കാൽക്കീഴയാക്കി വെച്ചിട്ട് തികച്ച ഒരു മനുഷ്യനെ പോലെ ആയിട്ട്
ആത്മാവ് ഇടപെടുവാൻ കാത്തു നിൽപ്പാനിടയായി. പൈശാചികൻ തന്ത്രം മെനയുമ്പോൾ നമ്മുടെ സ്വന്തം ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യ രക്ഷയായിരിക്കും, 2-3 മാസം കഴിയുമ്പോൾ അത് ശിക്ഷയായിട്ട് മാറുവാനിടയാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടത് ചേച്ചിയുടെ വായല്ല പ്രവർത്തിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടത് അച്ചായന്റെ കൈയുടെ ബലമല്ല പ്രവർത്തിക്കേണ്ടത്, ദൈവത്തിന്റെ ആത്മാവ് തന്നെ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടത് അച്ചന്മാർ പ്രവർത്തിച്ചത് കൊണ്ട് ആദ്യം സന്തോഷമായിരുന്നു, അവസാനം ഇന്നും കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനിയുള്ള ശേഷിക്കുന്ന കാലഘട്ടത്തിലെങ്കിലും ആത്മാവിന്റെ അധികാരം പുറപ്പെടുവിച്ച് ദൈവത്തിന്റെ ഇഷ്ടം നിന്നിലൂടെ വിശ്വാസത്താൽ തികയ്ക്കുവാൻ സമയമെടുത്ത് വരുമ്പോൾ നിന്റെ ബലഹീനമായ പ്രവൃത്തി കർത്താവിന് ആവശ്യമില്ല. പിന്നെയോ ആത്മാവ് പ്രവർത്തിക്കേണ്ടതിന് സഹിഷ്ണുതയോടെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ ആത്മസഹിത്വം പൂർത്തീകരിക്കപ്പെടുന്ന നിമിഷം വരെ നിങ്ങൾ അവരോട് കാത്തിരിക്കണമെന്ന് ഇന്ന് രാത്രി ദൈവസമൂഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. അത് വിശ്വസിക്കുന്നവർക്ക് പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും ദാവീദ് ദൈവത്തിൽ പ്രത്യാശ വെച്ചതാ. പക്ഷേ ഇവനെ ഇന്നത്തെ ഈ ശാപത്തിന്റെ പകരം യഹോവ എന്നെ അനുഗ്രഹിക്കും. ഇതാണ് ദൈവം നമ്മുടെ വായിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. തന്ത്രപരമായ നീക്കങ്ങൾ പൈശാചികൾ പടുത്തുയർത്തുമ്പോൾ ആ നിലവാരത്തിന് ഒത്തവണ്ണമുള്ള വാക്കുകളെ പറയുവാൻ വേണ്ടി നാവിനെ വളച്ച് ഗാവലയാക്കാതെ നാം എന്ത് ചെയ്യണം? കർത്താവിന്റെ ക്രിസ്തുവിന്റെ തേജസ്സിന് പ്രതിരൂപമായി നാം നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിന്റെ സൗരഭ്യത പ്രകാശനമായി പ്രവൃത്തിയായി ആത്മഫലമായി നമ്മിൽ പുറപ്പെടുവാൻ ദൈവം താല്പര്യപ്പെട്ടിരിക്കുമ്പോൾ ആത്മാവായ ക്രിസ്തുവിനോട് ചേർന്ന് ആത്മസമർപ്പണം കൊണ്ട് നാം കാത്തിരിക്കുന്നുവെങ്കിൽ സ്വർഗം ഒരു മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനിടയാകും. അങ്ങനെ ശിമയെ ദാവീദ് കൊല്ലിച്ചിരുന്നുവെങ്കിൽ ദാവീദേ നീ ആയുസ്സിലൊരിക്കലും പിന്നെ ജീവനോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി പോകുകയില്ലായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, തന്റെ മകനായ അബ്ശലോം തനിക്കെതിരെ തന്ത്രം മെനയും തന്നെ കൊന്നു ഒരുപക്ഷെ സിംഹാസനം പിടിച്ചെടുക്കുമോ എന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണല്ലോ തന്റെ കുടുംബങ്ങളെ വിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുവാനിടയായത്. അങ്ങനെ ആ മനുഷ്യൻ സ്വന്തക്കാർ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. ഇനി എങ്ങോട്ടാ പോകേണ്ടത്? ഇനി ദീർഘദൂര മരുവാസം, മകിനിയും ചുറ്റി ഉള്ള യാത്ര, യോർദാൻ നദി കടന്നുള്ള ഒരു യാത്ര. ഇനി ഈ കുട്ടികളെ കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? അദ്ദേഹം ഇങ്ങനെ കൊണ്ട് യാത്ര പുറപ്പെടുവാൻ തുടങ്ങി. ചതിക്കുഴിയിൽപ്പെടുത്തി, വഞ്ചന വെളിപ്പെടുത്തി, അന്ധകാര ശക്തികൾ എത്ര തന്ത്രം മെനഞ്ഞാലും പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ വചനത്തിലും ആത്മാവിന്റെ ബലത്തിലും നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ സകല വിഷയത്തിലും നീക്കുപോക്ക് വരുത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഇന്ന് രാത്രി കരയുന്ന കാക്കക്കുഞ്ഞിന് മതത്തിന്റെ ആഹാരം കൊടുക്കുന്നവൻ, ശാന്തിക്കുള്ള പ്രത്യാശയും ഭംഗം വരുത്താത്ത ദൈവരക്ഷകൻ. അവൻ ഒരു തുള്ളി കണ്ണുനീർ നീരിക്ക് വേണ്ടി നിലവിളി, ഒരു തുള്ളി കണ്ണുനീർ ഈ പാതാന്തിക വീണാൽ ആ കണ്ണുനീർ കണ്ടിട്ട് അവൻ മറുതല കടന്നു പോകുന്നവനല്ല. ഈ സമാന ആ കർത്താവിന്റെ സ്നേഹം ഏറ്റവും അധികം മൂർധന്യമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന വേദപുസ്തകത്തിലെ ഏക ഭാഗം എന്ന് പറഞ്ഞാൽ അത് മറിയുടെ കാലഘട്ടത്തിലാണ്. യോഹന്നാൻ സുവിശേഷം 20-ാമത്തെ അവസ്ഥ വരുമ്പോഴത്തേക്ക് വരിക. എന്നാൽ ശിഷ്യന്മാർ 20 വെച്ചിട്ട് യോഹന്നാൻ 20 എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു ഉള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് ഇനി പാടുന്ന വല്ല കാര്യമൊന്നുമില്ല. കർത്താവിനോട് കൂടുതൽ ആത്മസഖ്യത്വം അനുഭവിച്ച ശിഷ്യന്മാർ ഇനി പാടുന്ന വല്ല കാര്യമൊന്നുമില്ല. അവർ വീട്ടിലേക്ക് മടങ്ങി. തൊട്ടടുത്ത വാക്യം എന്തുവാ? കല്ലറയ്ക്കൽ കർത്താവ് താൻ ഉയർക്കപ്പെട്ടു ഭൂമിയുടെ അധോഭാഗത്തിലേക്ക് പൂർവകാല പിതാക്കന്മാരുടെ ആത്മാക്കൾ പാതാളത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കും. ആ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം അറിയിച്ച് മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് പിതാവിന്റെ സ്ഥാനത്തിലേക്ക് അവ ഉയർക്കപ്പെട്ടു പോകുമ്പോൾ അവൻ അല്പനിമിഷം കിടന്ന ശവകുടീരം ഒന്ന് കാണുവാനിടയായി. നോക്കുമ്പോൾ ഇതാ തന്റെ ശിഷ്യന്മാർ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. എന്നാൽ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിശുദ്ധന്മാരായ ആത്മാക്കളെ അന്തരീക്ഷത്തിൽ നിർത്തിയിട്ട് അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നിട്ട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്കറിയാമോ? യേശുവിനെ തിരിച്ചറിയാത്ത അവൾ തൊടുവാൻ ചെന്നപ്പോൾ യേശു എന്താ പറഞ്ഞു? എന്നെ തുടരുത്, ഞാൻ ഇതുവരെ ഈ പിതാവിന്റെ അരികിൽ പോയിട്ടില്ല. ആ ഒരു കോൺവെർസേഷനിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായാൽ പിന്നെ മനുഷ്യകുലത്തിന്റെ രക്ഷ എവിടെ നിന്നുണ്ടാകും?
നിങ്ങൾ ഗൗരവം മനസ്സിലാക്കിയോ സഹോദരങ്ങളെ? ഇത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ച് വില കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കേണ്ടതിന്, മനുഷ്യാത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പുത്രനോട് വീണ്ടെടുപ്പുണ്ടാകേണ്ടതിന് പുത്രൻ ആ ദൗത്യമെടുത്ത് ഏറ്റവും അവസാനമായ പിതാവിന്റെ അരികിലേക്ക് പോകുന്ന യാത്രയിൽ അത്രയും മർമ്മപ്രധാനമായ ദൗത്യ നിർവഹണത്തിൽ വ്യാപൃതനായിരുന്നപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണുനീര് കണ്ടിട്ട് അത്രയും മാരകമായ ഗൗരവത്തെ അന്തരീക്ഷത്തിൽ നിർത്തിയിട്ട് അവനിറങ്ങി വന്നു. ഇതാണ് കർത്താവിന്റെ സ്നേഹം. ആ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ സകല ആത്മാക്കളും അവളെ കണ്ടു കാണും. ഇവിടെ കരയുന്ന കാക്കുഞ്ഞിനും കുഞ്ഞിനും മാത്രത്തിന്റെ ആഹാരം കൊടുക്കുന്നവൻ ആ ദൈവത്തിന്റെ സ്നേഹം മഹാസ്നേഹമാണ്. അത് ഒരു തലമുറ കൊണ്ട് തീരാത്തത് കൊണ്ടല്ലയോ എനിക്ക് ഈ വചനം എടുക്കേണ്ടി വന്നത്. എന്റെ അപ്പൻ 55 വർഷം ഈ ദൈവസ്നേഹം പ്രസംഗിച്ചിട്ട് തീരാത്തത് കൊണ്ടല്ലയോ എനിക്ക് ഇത് എടുക്കേണ്ടി വന്നത്. തലമുറ വർണ്ണിച്ചാലും തീരാത്ത ദൈവസ്നേഹം. ദൈവസ്നേഹമേ, അതിന് വീട്, അതിന് വീഴി, അതിന് നമ്മൾ ആരാണെന്ന് ഇതുവരെ മറ്റുള്ളവർക്ക് അറിയത്തില്ല. നമ്മുടെ ആത്മാവ് ഈ ശരീരം വിട്ട് മാറുന്ന മാത്രയിൽ നാം ആരാണെന്ന് നാം അറിയും. ഇപ്പം നാം അന്യരും പരദേശികളും പിശാചിന്റെ കൂത്തുകാഴ്ചകളുമാണ്. പക്ഷെ നമ്മൾ വസിക്കുന്ന ആത്മാവിന്റെ തേജസ് എന്താണെന്ന് നാം തിരിച്ചറിയാൻ പോകുന്ന കാലം വരാൻ പോവുക പ്രിയ സഹോദരങ്ങളെ. അവനിൽ ഉത്കർഷമുണ്ട്. ആത്മശക്തിയുടെ തികവ് പ്രാപിച്ച് മുൻകൊണ്ട് ഗമിപ്പാൻ പരിശുദ്ധാത്മാവ് ദൈവസമൂഹത്തോട് ഇന്ന് രാത്രി ആലോചന പറയുന്നു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിന്റെ സഹിതം മാറാത്ത സഖിയായി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നാം ഭാരപ്പെട്ടു പോകരുത്. കഷ്ടതയുടെ ഏത് കഠിനശോധനയിലും ഈ ദൈവസ്നേഹം കാണുവാൻ കഴിയും. അവൻ വിശ്വസ്തനാണ്. അവൻ ആർക്കും കടക്കാരനല്ല. അവൻ ആർക്കും ഒരു ബാധ്യതയല്ല. അവൻ ദൈവസ്നേഹം തന്നെയാണ്. അവൻ ദൈവസ്നേഹമാണെന്ന് ചുമ്മാ വാക്കുകൊണ്ട് പറയുകയില്ല. അവൻ പ്രവൃത്തിയിലും ഈ തലമുറയിലും അവൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിലും പ്രവൃത്തിവാൻ ദൈവം റെഡിയാണ്. ഇന്ന് രാത്രിയിൽ ആ മഹാരാജാവ് നിന്നോട് പറയുന്നു, ഏതു മേഖല തകർന്നു പോയാലും ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇതേ സ്ഥലത്തിരുന്നു കൊണ്ട് ഈ വചനം വിശ്വാസ യോഗ്യമാകുന്നുവെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് പറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ വചനത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെട്ട് വരികയും ആത്മാവിന്റെ ചൈതന്യത്താൽ ആത്മമണ്ഡലം നിനക്കായി ഒരുക്കി അവിശ്വസനീയമായ തലമുറകൾക്ക് വേണ്ടി അവിശ്വസനീയമായി ഒരുക്കുവാൻ അവരുടെ സർവശക്തനാകുന്നുവെന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. അവരുടെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ഈ ദൈവസ്നേഹം ഒരുപാട് നേരമായി കണ്ടു. ഈ ദൈവസ്നേഹം ഞങ്ങൾ കണ്ട ഒറ്റ കാരണത്താലാണ് ഈ വചനവുമായി നിൽപ്പാനിട വന്നിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർത്താൽ ആയുഷ്യൊരിക്കലും സുരക്ഷിത വേല ചെയ്യും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തത് ഓർത്താൽ ഇത് ചെയ്യാതിരിക്കാൻ കഴിയുകയുമില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ ഉണ്ടായത്. ഈ സുവിശേഷം പറയുവാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടിരിക്കും വിധത്തിൽ ദൈവത്തോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. അത്രയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ഭവനത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുവാനായിട്ടിടയായി. പ്രിയ സഹോദരങ്ങളെ, ദുഃഖിക്കുന്നവർക്ക് ആശ്വാസവും രോഗിക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്ന അരിമരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ അവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശഭൂമി മാറിപ്പോയാലും അതിന് മാറ്റം വരുന്നതല്ല എന്ന് ആത്മാവ് സംസാരിക്കുന്നു. രക്തത്താൽ വചനത്താൽ ചെയ്യും. ഇന്ന് രാത്രി ആ സഹിതം അനുഭവിക്കാനായിട്ട് കർത്താവിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്ത്രപരമായ നീക്കങ്ങൾ നീക്കി ദൈവിക ശുശ്രൂഷകളെ തടയുവാൻ പൈശാചികൾ പോരാടുമ്പോൾ നമ്മൾ ഭാരപ്പെട്ടു നിരാശപ്പെട്ടു പോകുവാനിടയാകാതെ ധൈര്യത്തോടുകൂടി അവന്റെ മുഖശോഭ ദർശിപ്പിക്കുവാനായിട്ടിടയാകും. ഞങ്ങളുടെ പിതാവ് മുഖം നോക്കി പ്രസംഗിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് പെന്തക്കോസ്റ്റ് ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നും ഭയങ്കര ശക്തമായ പ്രതികൂലങ്ങൾ നേരിടുവാനിടയായി. ഞങ്ങളുടെ പിതാവ് ഏതെങ്കിലും സ്ഥലത്ത് പോയി ഒരു സുവിശേഷം പ്രസംഗിച്ച് കിട്ടുന്ന സ്വോത്ര കാഴ്ച കൊണ്ടാണ് ഞങ്ങൾ ഉപജീവനം കഴിച്ചു വന്നത്. ഞങ്ങൾക്ക് പിതാവിന് സുവിശേഷ വേല ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പട്ടിണി. ഒന്നാമത് പൈസ കിട്ടിയാലും അദ്ദേഹം വീട്ടിൽ കൊണ്ടുവരാറില്ല. ആ ദേശത്ത് തന്നെ വച്ച് വിളമ്പി വരുന്ന നാട്ടുകാർക്കെല്ലാം ആഹാരം വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ സുവിശേഷവും നടത്തി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു നാഴി അരി വാങ്ങിക്കുവാൻ നിവൃത്തിയില്ലാതെ വെറും കൈയോടെയാണ് അദ്ദേഹം വന്ന് കയറാറുള്ളത്. ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളും കോളേജും ഏതാണെന്ന് ഞങ്ങളുടെ പിതാവിന് പോലും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഞങ്ങളെ കൊണ്ട് അഡ്മിഷൻ ആക്കിക്കാൻ ഇടയായത്. അദ്ദേഹത്തിന് നാട്ടുകാരെ രക്ഷപ്പെടുത്തി എങ്ങനെയെങ്കിലും മേലോട്ട് കൊണ്ടുപോകുക എന്നൊരൊറ്റ ദൗത്യമായി അദ്ദേഹം മുമ്പോട്ട് പോകുമ്പോൾ മക്കളെ കർത്താവ് നോക്കിക്കൊള്ളും എന്നൊരു വിശ്വാസം നൽകിക്കൊണ്ടായിരുന്നു. കർത്താവിന് എന്തെങ്കിലും ഇപ്പോൾ പറയാം, കർത്താവേ ഞാൻ നിന്റെ കാര്യം ഏറ്റു,
എവിടെ സുവിശേഷം പറയാൻ പറ്റത്തില്ലെന്ന് അമ്മ പറയുന്നു, അവിടെ ഞാൻ സ്റ്റേജിൽ പ്രസംഗിച്ചോളാം, നിന്റെ കാര്യം ഞാൻ ഏറ്റു, പക്ഷെ എന്റെ കാര്യം നീ നോക്കിക്കൊള്ളാം. ആ ഒരു കണ്ടീഷനായിരുന്നു പിതാവിനോടായിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയധികം വിശ്വാസത്തിൽ വളരുവാനും ഈ കട്ടതയുടെ കഠിന ശോധനയിലും അൺബാലൻസിംഗ് ആയി പോകുവാൻ ഇടയാകാതെ ഈ നിത്യജീവിതത്തിന്റെ ഘനം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നും ഈ ക്രിസ്തു വിശ്വാസം തുടരുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യവും അവസരം ഒരുക്കുവാനായിട്ട് ഇടയായത്. ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാനായിട്ട് ഇടയായി. ഇന്ന് ബിഷപ്പായിരിക്കുന്ന കെ പി യോഗനാൻ ബിഷപ്പാകുന്ന കാലഘട്ടത്തിന് മുമ്പ് കേരളത്തിലുള്ള എല്ലാ ദേവദാസന്മാർക്കും മാസം 500 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ വകയിൽ ഞങ്ങളുടെ അപ്പനും കിട്ടി 500 രൂപ. സാധാരണ ഞങ്ങളുടെ കാര്യം നോക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ മാസം 500 രൂപ വരുമാനമായപ്പോൾ ഞങ്ങളുടെ പിതാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ സഹോദരന്മാരെ വിളിച്ചുകൊണ്ട് വടക്കേന്ത്യയിലേക്ക് ഒരു പോക്കം തുടങ്ങി. അങ്ങനെ മാസം 500 രൂപ കൊണ്ട് ഞങ്ങൾ ജീവിക്കണം, അമ്മയും 4 മക്കളും ജീവിക്കണം. അങ്ങനെ വന്ന് എല്ലാ മാസം 4-ാം തീയതി പൈസ കിട്ടും. ഏതാണ്ട് അവസാനം അരിയിലൊക്കെ വെക്കുമ്പോൾ സാമ്പാർ പോലെ നീട്ടി വെക്കണം, എങ്കിലേ അങ്ങ് അറ്റം കൂടെ എത്തിക്കാൻ പറ്റും 30-ാം തീയതി വരെ. അങ്ങനെ ഞങ്ങളുടെ പിതാവ് ഒരു ദിവസം മഞ്ഞമത്തൊക്കെ പിടിച്ച് സുഖമില്ലാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറി. അവിടെ എല്ലാ മാസവും ഞങ്ങളുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് തീരുമ്പോൾ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കും. പോസ്റ്റ്മാൻ എന്ന് വരുന്നു, അന്ന് ഉപവാസം നിർത്തും. അങ്ങനെയാണ് ഞങ്ങളുടെ ഉപവാസം. എല്ലാ മാസവും 2-3 ദിവസങ്ങൾക്ക് ഉപവാസം. ചിലപ്പോൾ ആയുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപവസിക്കേണ്ടി വരത്തുമില്ല. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിരന്തരമായി ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. ഉപവാസം എന്ന് പറഞ്ഞാൽ പട്ടിണി പ്രാർത്ഥനയാണ്, ഇല്ലാത്തതുകൊണ്ടാണ് ഉപവസിക്കുന്നത്. പ്രാർത്ഥന ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ, പോസ്റ്റ്മാൻ വരണമേ. പോസ്റ്റ്മാനെ കാണുമ്പോൾ ഞങ്ങളുടെ സന്തോഷം ദൂതനെ കാണുന്നത് പോലെയാണ്. അദ്ദേഹത്തിന്റെ സൈക്കിളിൽ മണി അടിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ്, നിങ്ങൾക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല അറിയണല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സ്റ്റോക്ക് പതിപോലെ 2 ദിവസം മുമ്പേ തീർന്നുപോയി. അങ്ങനെ ഉപവാസ പ്രാർത്ഥന വീട്ടിൽ ആരംഭിച്ചു. കർത്താവേ 4-ാം തീയതി എത്തണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 4-ാം തീയതി ഞെട്ടി. പോസ്റ്റ്മാൻ പൈസ തന്നു. ഞാനും എൻ്റെ എല്ലാ സഹോദരിയും കൂടെ അരിക്കുള്ള പാത്രമൊക്കെ എടുത്ത് എണ്ണയ്ക്കുള്ള കുപ്പിയൊക്കെ ആയിട്ട് എല്ലാം പറയിക്കൊണ്ട് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ശബ്ദം, എന്തുവാ? പരിചയമില്ലാത്തൊരു ദേവദാസൻ വീടിന്റെ മുറ്റത്ത്. കുഞ്ഞുങ്ങളെ എന്തോ ആശാരി വിളിച്ചോണ്ടോ ഉണ്ടപ്പറ്റ. പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, ഇറങ്ങി പോയി. സുഖമില്ലാതാളാണ്. മുറ്റത്തോടെ നടന്ന് മെയിൻ റോഡിലേക്ക് നോക്കിയപ്പോൾ ഒരു വാൻ അവിടെ കിടക്കുകയാണ്. 26 സഹോദരന്മാർ വെള്ളവസ്ത്രധാരികളായി ഞങ്ങളുടെ വീട് ലക്ഷ്യമാക്കി ഇങ്ങനെ കയറി വരികയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് അവരെല്ലാം കൂടെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെത്തി. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പരസ്യയോഗം നടത്തി. ഏതാണ്ട് ഗതിയില്ലാതെ വരുന്നൊരു ടീം. കിട്ടുന്ന പൈസ മൊത്തം വണ്ടിക്ക് ഡീസൽ അടിക്കാനേ ഉള്ളൂ. അങ്ങനെ ആഹാരം നന്നായി കഴിക്കാനില്ലാതെ അങ്ങനെ അവർ കാസർഗോഡ് വരെ മീറ്റിംഗ് നടത്തിയിട്ട് തിരികെ വരികയാണ്. കൊട്ടാരക്കര എത്താറായപ്പോൾ ഡ്രൈവർ പറഞ്ഞു പോലും ഇനി വണ്ടിക്ക് ഡീസൽ കുറവാണ്, ട്രിവാൻഡ്രം വരെ തിരിച്ചെത്തണം. കൊട്ടാരക്കരയുള്ള ഏതെങ്കിലും പള്ളി ചെന്നിട്ട് ബന്ധുക്കോസ് പള്ളി ചെന്നിട്ട് ഉപദേശമാരെ കണ്ടിട്ട് ഒരു 100 രൂപ 150 രൂപ വായ്പയ്ക്ക് വാങ്ങിച്ച് ഡീസൽ അടിക്കാൻ നോക്ക് എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ വണ്ടി ഇരുന്ന ഒരാൾ പറഞ്ഞിട്ടേ ആശയുടെ വീട് എനിക്കറിയാം, അയാൾ എവിടെന്നെങ്കിലും പണം കടം വാങ്ങിച്ചു തരും, ഒരു മലയുടെ മണ്ടയ്ക്കാൾ താമസിക്കുന്നത് പറയുന്നത്. അങ്ങനെ ഇവർ കാണുന്ന മലയെല്ലാം അവിടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ആശയുടെ വീട്. അങ്ങനെ ആശാരി ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞ ശബ്ദമാണ് ഞാൻ മുമ്പേ പറഞ്ഞ. അങ്ങനെ അവരെല്ലാം അവിടെ വന്ന് കയറി. ഞങ്ങളുടെ പിതാവിന് സന്തോഷമായി യൗവനക്കാരായ ഒരു സഹോദര ടീമാണ്, ഒരു സഹോദര സംഘടനയാണ്. പ്രസിഡന്റും അദ്ദേഹത്തിന്റെ വൈഫ്, അദ്ദേഹത്തിന്റെ ലോക്കൽ പാസ്റ്റേഴ്സ് അവരുടെ ഭാര്യമാർ, അങ്ങനെ ഒരു ഗ്രൂപ്പാണ്, ഒരു സഹോദര സംഘടനയാണ്. പാസ്റ്റേഴ്സ് അവരുടെ ഭാര്യമാർ ഇവരെല്ലാം കണ്ട് പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾ എവിടെ പൊട്ടുകയാണ്? ഞങ്ങൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കർത്താവിന്റെ വേല ഇത് മടങ്ങി വരികയാണ്. ഉദ്ദേശിച്ച വീടാണെന്ന് മനസ്സിലായി. ഇവിടെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി പോകാമെന്ന് പറഞ്ഞ കീഴിലാണ്. ദയവായി ഞങ്ങളെ പ്രാർത്ഥിച്ചു വിട്ടാലും. ആശാരി കൊണ്ടുവിടുന്നു. ആശാരി പറഞ്ഞു, നിങ്ങൾ ആഹാരം കഴിച്ചോ. ഞാൻ എൻ്റെ ഇളയ സഹോദരിയുടെ കാലിനിട്ടൊരു ചവിട്ടാണ്. കാരണം മിക്കവരന്മാരും ഈ പൈസ കൊണ്ടുപോകും. ഞങ്ങൾ 2 ദിവസം കൊണ്ട് പാട്ടിൽ കിടക്കുക. ഇനി അടുത്ത പൈസ ഉണ്ടെങ്കിൽ ഇനി 1 മാസം കഴിയും. ഞങ്ങൾക്ക് അങ്ങനെ പല അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആഹാരം കഴിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങൾ വിട്ടാൽ. ആശാരി വിടുന്നില്ല. ആശാരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് കള്ളം പറഞ്ഞത്. ആഹാരം കഴിച്ചെടുത്ത ദിവസമായി ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അവരും ഞെട്ടി, ഞങ്ങളും ഞെട്ടി. സഹോദരിമാരൊക്കെ പലരും കരയാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, 3 ദിവസത്തോളമായി അവർ വയർ നിറച്ച ആഹാരം കഴിച്ചിട്ട് ഓരോ മുക്കിലും മൂലയിലും പെന്തക്കോസ്ത സഭകളില്ലാത്ത ഉള്ളറകളിൽ ചെന്ന് അവർ കർത്താവിന്റെ നാമത്തിൽ പരസ്യം നടത്തി. തുച്ഛമായി കിട്ടുന്ന ചില്ലറ പൈസ കൊണ്ട് വണ്ടിക്ക് ഇന്ധനം അടിക്കും. ബാക്കിയുള്ള പൈസ കൊണ്ട് ചായ, വട ചായ ഇങ്ങനെ കുടിച്ചു വരികയാണ്. ആമേൻ. അങ്ങനെ നിരാശയോടെ അവർ അല്പ സന്തോഷമുണ്ടെങ്കിലും സാമ്പത്തിക വിഷയം സംബന്ധിച്ച് ഭാരപ്പെട്ട് അവർ വരികയാണ്. അങ്ങനെ അവരെ കരയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞു, എൻ്റെ സഹോദര കയ്യിൽ പൈസ ഇരിക്കുക 500 രൂപ. ഇങ്ങനെ അങ്ങേയും കാണിച്ചു എന്ന് പറഞ്ഞാൽ ആ പൈസ അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അവൾ എന്നെ നോക്കി.
ഞാൻ അമ്മയെ നോക്കി, അമ്മ ദയനീയമായി ആശാരിയെ നോക്കി. ആശാരി കൊണ്ടോ ദയനീയത. ആശാരി വീണ്ടും മോളെ നോക്കി. എന്ന് പറഞ്ഞാൽ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് സൂചന. ഇന്നാ 500 കൊടുത്തു. ഈ 500 കൊടുത്തിട്ട് പിതാവ് പറഞ്ഞു, കൊട്ടാരക്കരയിൽ ഒരു ബ്രൈറ്റ് ഹോട്ടലുണ്ട്, അവിടെ പോയി വയർ നിറച്ച് ചാപ്പാട് കഴിച്ചിട്ട് 100-150 രൂപയ്ക്ക് ഡീസൽ വാങ്ങിച്ചടിച്ചിട്ട് ബാക്കി പൈസ നിങ്ങൾ വീട്ടിൽ പോകും എന്ന് പറയുന്നത്. 500 രൂപ കിട്ടിയപ്പോൾ അവരങ്ങനെ പോകാൻ തയ്യാറായില്ല. അവർക്കുടനെ ആശയുടെ മക്കളെ അനുഗ്രഹിക്കണം. അവ 26 പേർ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വളഞ്ഞു കൊണ്ട് നിന്നു. വീട്ടിനകത്ത് ഇരുത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ മക്കളെല്ലാം കൂടെ ഈ മലയ്ക്കകത്തോട്ട് അങ്ങോട്ട് കയറ്റി. ഇവർ ചുറ്റും കൈ കൊടുത്ത് വിളിച്ച് നിൽക്കുകയാണ്. ഗ്രൂപ്പ് ലീഡർ ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ട് ഞങ്ങളുടെ തലയിലോട്ട് കൈവച്ച് ഞങ്ങളെ ഓരോ രാഷ്ട്രത്തിന്റെ അപ്പോസ്തലന്മാരാണ് അങ്ങോട്ട് വാഴിക്കാൻ. ഇവിടെ അപ്പോസ്തല വാഴ നടക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്കത്തെ ആവിയിലാണ് ഞങ്ങളുടെ വിഷയം. ഇവിടെ അപ്പോസ്തല വാഴ അവർ സ്തോത്രം പാടി ഒലിമലയ്ക്ക് പോയെന്ന് പറഞ്ഞതുപോലെ അവർ പ്രാർത്ഥിച്ച് ഇറങ്ങിയങ്ങ് പോയി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രംഗം വഷളാവുന്ന കണ്ട പിതാവ് വേദോസം എടുത്തോണ്ട് ഒരൊറ്റ പോകാൻ ഇറങ്ങിയൊരു പോക്ക്. അങ്ങനെ ജ്യേഷ്ഠൻ പറഞ്ഞ ചത്താലും സുവിശേഷകരം ചെയ്യുന്നത്. ഇതുപോലെ ഗതികളി പിടിച്ചൊരു പരിപാടി. നന്മ അനുഭവിക്കാൻ യോഗമില്ല, കിട്ടിയിട്ട് അനുഭവിക്കാൻ യോഗമില്ലേ. അമ്മ പറഞ്ഞ ഡായ് സർക്കസ് കാണാനോ കളരി പഠിപ്പിക്കുവാനോ സിനിമ കാണുവാനാണോ അപ്പ പൈസ കൊടുത്തത്? സുവിശേഷ വേല ചെയ്ത് കഷ്ടപ്പെടുന്ന ടീമാണ്. അപ്പ ഒരു വഴിക്ക് പോയിരിക്കുക, സ്വർഗം നിനക്ക് വേണ്ടി വഴിയൊരുക്കും. മിണ്ടാതെ അവിടെ ഇരിക്കുക. അമ്മ ആത്മാവിൽ ഞങ്ങളെല്ലാവരും ബലപ്പെടുത്തി. അല്പം നിരാശ ഞങ്ങൾക്ക് തോന്നിയെങ്കിലും അമ്മയുടെ വാക്ക് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. എന്തായാലും സർക്കസ് കാണാനല്ലോ കൊടുത്തത്. അല്പം നേരം കഴിഞ്ഞപ്പോൾ ഒരു വാഹനത്തിന്റെ ഹോണിൽ കേൾക്കുകയാണ്. ഞങ്ങൾ വീടിന്റെ മുറ്റത്തേക്ക് ചാടി ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ജീപ്പ് ഇങ്ങനെ ചാടി കയറി വരികയാണ്. ഒരു 60 ജീപ്പ് മഹീന്ദ്രയുടെ അന്നിറങ്ങിയ ഒരു മോഡലാണ്. ആചാരബാഹുവായ ഒരു മനുഷ്യൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇതാണോ കുഞ്ഞുങ്ങളെ ആശാരി, PV ആശാരി എന്ന് പറഞ്ഞ ആളിന്റെ വീട്? ഞങ്ങൾ പറഞ്ഞേ അദ്ദേഹത്തെ വിളിച്ചാട്ടെ. ഞങ്ങൾ പറഞ്ഞു, പപ്പ അവിടെ ഇല്ല, പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയാണ്, ഇപ്പൊ പോയിട്ടേ ഉള്ളൂ, എപ്പോൾ വരുമ്പോൾ നടത്തില്ല. അദ്ദേഹം ഡോർ തുറന്ന് വണ്ടിക്കകത്തോട്ടേക്ക് കയറി ഡോർ അങ്ങ് അടച്ച്. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ വണ്ടിക്കകത്തേക്ക് നോക്കിയപ്പോൾ അകത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ മുഖമൊക്കെ വല്ലാതെ കടുത്ത് നിരാശപ്പെട്ടിരിക്കുന്നത് പോലെ. സോ അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും അദ്ദേഹം ഹോൺ അടിച്ചിട്ട് ഞങ്ങളെ വിളിച്ചു. നിങ്ങളൊക്കെ ആരൊക്കെയാണ്? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മക്കളാണ്. ഉടനെ അടുത്ത ചോദ്യം, പറയൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ഈ മനുഷ്യനൊന്ന് പോയി കിട്ടിയാൽ മതി, ഞങ്ങൾ ആകെ നിരാശപ്പെട്ടിരിക്കുകയാണ്. ആരൊരു പിടി കിട്ടുന്നില്ല. ആഭരണ വേഷഭൂഷാദികളായി ആൾക്കാരിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല പ്രിയ സഹോദരങ്ങളെ. ഉടനെ അദ്ദേഹം പറയുക, എൻ്റെ പേര് ഡോക്ടർ ജെയിംസ്, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിലെ ചിക്കാഗോയിൽ താമസിക്കുന്നു. ഞാൻ വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ് എൻ്റെ സ്വദേശം. 9 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് നാട്ടിലേക്ക് വരികയാണ്. സംഭവിച്ച കാര്യം, അവർ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിറങ്ങി കൊട്ടാരക്കര, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട് വഴി വയനാടേക്കുള്ള യാത്ര മധ്യേ കൊട്ടാരക്കരയിൽ ഒരു സോവർ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ കയറി അല്പം സ്നാക്സ് ഒക്കെ ഒന്ന് ബുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ അച്ചായനൊരു മയക്കമുണ്ടായിട്ട് ആ മയക്കത്തിൽ താൻ കാഴ്ച കാണുകയാണ്. ഒരു ദൂതനെ പോലെ ഒരു മനുഷ്യൻ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുക, എൻ്റെ ദാസനായ PV ആശാരി, നീ പോകുന്ന പാതിലാകുന്നു പാർക്കുന്നത്, ആ ഭവനത്തിൽ കയറാതെ നീ പോകരുത്. ഞങ്ങളുടെ വീടിന്റെ നിറം, എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദാറ്റ് ഹൗസ് വ്യക്തമായ ദൂതൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ വീട്ടിൽ കയറാതെ നീ പോകരുത്. ഈ ഗാഠനിദ്ര നിമിത്തം അച്ഛൻ്റെ ഉറക്കം, അച്ഛൻ ഈ ഗാഠനിദ്ര നിമിത്തം സ്വഭാവം നഷ്ടപ്പെട്ട പോലെയായി. ആഹാര സ്ഥാനങ്ങൾക്ക് മുമ്പ് വന്നു. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഭാര്യ അച്ഛനെ വിളിക്കുന്നു, അച്ഛാ ദേവ്സ. അച്ഛൻ ഗാഠനിദ്രയിലാണ്. ഞെട്ടി ഉണർന്നു, കണ്ണിലെല്ലാം ചുമന്ന് കലങ്ങിയിരിക്കുന്നു. സൂസൈ, പെട്ടെന്ന് ആഹാരം കഴിക്കും. ഡാലിയ, പെട്ടെന്ന് ആഹാരം കഴിക്കും. ഡ്രൈവർ, പെട്ടെന്ന് ആഹാരം കഴിക്കും. ഇതേ ഉപകരണം വെക്കാൻ തുടങ്ങി. കൗണ്ടറിരിക്കുന്ന ആൾക്കാരുടെ ഓടി വന്നു, എന്താ ആഹാരം എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്താ കാര്യമൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് പോകണം. ഇദ്ദേഹത്തിന് പട്ടി പിടിച്ചതുപോലെ. അച്ഛൻ എന്ത് പറ്റി, നാം ഭാര്യയ്ക്ക് വരത്തില്ല, മോക്ക് വരത്തില്ല, കരയാൻ തുടങ്ങി. ആർക്കും കഴിപ്പാൻ മൂടില്ലാതെ പൈസ കൊടുത്തിട്ട് അവർ നേരെ വണ്ടിയിലോട്ട് കയറി. ഈ മനുഷ്യൻ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിക്കൊണ്ടിരുന്നു. അമ്മ ചോദിച്ചു, അച്ഛൻ നിങ്ങൾ എത്ര വർഷമായി ഇന്ത്യയിൽ വണ്ടി ഓടിച്ചിട്ട്, നിങ്ങൾ എന്ത്, അവൻ വണ്ടി ഓടിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിണ്ടുന്നില്ല. എല്ലാവരും വണ്ടി കയറാൻ അങ്ങേ കാണിച്ചു. അങ്ങനെ ട്രാഫിക് സിഗ്നലിൽ അവിടെ എത്തി. അവിടെ നിന്ന് കോട്ടയം റോഡിലേക്ക് വണ്ടി തിരിച്ചിട്ട് 1/2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മലയാണ് ഞങ്ങളുടെ വീട്. ആ മലയിലോട്ട് വണ്ടി കൊണ്ട് ഓടിച്ച് കയറാൻ തുടങ്ങി. അപ്പോഴേക്കും ഭാര്യയുടെ മക്കളെയൊക്കെ കൺട്രോൾ വിട്ടു. അച്ഛൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടു പോയതെന്ന് മനസ്സിലായി. അവർ അല്ലമുറിയിട്ട് കരയാൻ തുടങ്ങി. ഗ്ലാസ്സൊക്കെ ബൂക്കിയിട്ടിരിക്കുക, ആര് കേൾക്കാൻ
AC ഇട്ടിരിക്കാൻ കേൾക്കാക്കത്തില്ല. ഈ മനുഷ്യൻ റോഡില്ലാത്ത പോരയിടത്തിലൂടെ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ വീടിന്റെ മിറ്റത്തൂടെ നിർത്തിയിട്ട് പ്രകാരം പറഞ്ഞു, ഈ വീട് ഞാൻ കണ്ടതാണ്. PV ആശാരി എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വർഷങ്ങളായി ഇന്ത്യ വിട്ടു പോയിട്ട്. പക്ഷെ അദ്ദേഹം ഒരു ദൈവപുരുഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളെ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യുവാനുണ്ട്. ഞങ്ങളെ വരയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ കരയണോ അലവണോ എന്നറിയാൻ കഴിയാതെ ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊന്നും പറയാകയാണ്. അദ്ദേഹം ചെക്ക് ബുക്ക് തുറന്ന് $1500, ഏകദേശം 60,000-ഓളം രൂപ അന്നത്തെ വീട്ടിൽ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ ആ ചെക്ക് ലീഫ് വാങ്ങി ഞങ്ങളുടെ പ്രാർത്ഥന മുന്നോട്ട് കയറി. അനവസ്ത്രാദി നന്മകളേ ഞങ്ങൾ ആ പ്രത്യാശ ഗാനം പാടി പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങിയപ്പോൾ ഹോട്ടലിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ ദൗത്യം പൂർത്തീകരിച്ച് മേളിലോട്ട് പോയില്ല. ആ ദൂതൻ ഞങ്ങളുടെ പിതാവിന്റെ പിന്നാലെ യാത്രയാണ്. ശാരീരികമായി ബലഹീനപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ താനിങ്ങനെ കൊട്ടാരക്കരയിൽ പ്ലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഏതെങ്കിലും തന്നെ പൂർവ്വകാല സ്നേഹിതരുടെ വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ച് അല്പം പൈസ വാങ്ങി ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ കാര്യം ശരിയാക്കണമെന്ന് കരുതി അവിടെ ചെന്നപ്പോൾ അവിടെ ആരും കാണുന്നില്ല. എല്ലാവരും കല്യാണത്തിന് കണ്ടൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ തൻ്റെ ഒരു സ്നേഹിതൻ സമൂഹത്തിൽ എന്നൊരു പാസ്റ്ററുണ്ട്, തൃക്കണമെങ്കിൽ ഈസ്റ്റ്. അദ്ദേഹം അങ്ങോട്ടുള്ള യാത്ര തൻ്റെ സ്നേഹിതനാണ്. ആ വീട്ടിൽ പോയി 50 രൂപ വായ്പൊക്കെ വാങ്ങാമെന്ന് കരുതി വയലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, നിന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചു. ആശയം നോക്കിയപ്പം തോന്നലാണ്, അല്പം വിഷമൊക്കെ കണ്ടിട്ടാണ് ഈ വന്നത്. ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല. അതൊക്കെ വീണ് പോകുമ്പോൾ മരുഭൂമിയിൽ ഞാനല്ലയോ, നീ എന്തിനു വിഷാദിക്കുന്നു? ഞാൻ നിന്റെ തലമുറകൾക്കായി ഭവനത്തിൽ ഉറവ തുറന്നു കൊടുത്തിരിക്കുന്നു. വ്യക്തമായ ദൈവശബ്ദം കേട്ട പിതാവ് മുണ്ടും മടക്കി കൊടുത്തു. ഒരൊറ്റ ഓടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ പതിവില്ലാത്ത ഒരു ആരാധനയാണ് ഞങ്ങളുടെ പിതാവിനെ കാണുവാനും കേൾപ്പാനും. പ്രിയ സഹോദരങ്ങളെ, ഒന്നുമില്ലായ്മയിൽ പിറുപുറത്തു കൊണ്ടാണ് കർത്താവിന് വേണ്ടി കൊടുത്തത് 500 രൂപയാണ്. കർത്താവ് തന്നത് 65,000. എടുത്ത സമയം 19 മിനിറ്റ്. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവ് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ. കേവലം ഒരു ആശായുടെ കുടുംബത്തിന് വേണ്ടി കർത്താവ് ഈ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി എത്രയധികം മഹത്വം വെളിപ്പെടുത്തുവാൻ അവൻ എന്ത് സർവശക്തനായ സഹോദരങ്ങളെ, അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം ഭൂമി മാറിപ്പോയാലും അതിന് മാറ്റം വരികയില്ല എന്ന ആത്മാവിന്റെ രാത്രി സംസാരിക്കുന്നത്. ആ നിത്യമായ സ്നേഹമേ, സ്നേഹിക്കുവാൻ കൊള്ളാകുന്നവൻ, ചാരുവാൻ കൊള്ളാകുന്നവൻ, പിൻപറ്റുവാൻ കൊള്ളാകുന്നവൻ, ആശ വയ്ക്കുവാൻ കൊള്ളാകുന്നവൻ, ജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഈ കർത്താവിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ അവന്റെ സഹിത്വം നിങ്ങൾ അനുഭവിക്കും. അവൻ നിങ്ങളെ മുറുകെ പിടിക്കുമെന്ന് ആത്മാവ് സംസാരിക്കുന്നു. തന്ത്രപരമായ എത്ര നീക്കങ്ങൾ പൈശാചികൻ പടുത്തുയർത്തിയാണ്. ദൈവത്തിന്റെ വചനത്തിലും അവന്റെ പരിശുദ്ധ ആത്മാവിലും നാം ബലത്തോടെ ഇരിക്കുന്നുവെങ്കിൽ കരയുന്ന കാക്കക്കുഞ്ഞിനെ മതത്തിനെ കൊടുക്കുമെന്ന് ബാധ്യത്വം പറഞ്ഞു സർവശക്തനായ ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കുകയെന്ന് ആത്മാവ് ചോദിക്കുകയാണ്. അവന്റെ വചനത്തിൽ നാം ശക്തി പ്രടയണം. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുവാൻ, ഒരുപാട് അടയാളങ്ങൾ ചെയ്യുവാൻ. ഞങ്ങൾ 7 മക്കളായിരുന്നു. 3 പേർ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ മരിച്ചു പോകുവാൻ. ശേഷം ജീവിച്ചിരിക്കുന്നവരിൽ 4 പേരിൽ ഇളയ ആളാണ് ഞാൻ. എൻ്റെ അമ്മ എന്നെ ഗർഭവതിയായിരിക്കുന്ന കാലഘട്ടത്തിൽ വയറ് പരിശോധിച്ചിട്ട് വൈറ്റാറ്റിമാർ, സൂതികർമ്മണികൾ, പതിച്ചിമാർ അവർ ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞിൻ്റെ സ്ഥാനം തെറ്റാണെന്ന് തോന്നുന്നു, ഒരല്പം പ്രശ്നമുണ്ട്, പ്രസവ സമയത്ത് ദോഷം വല്ല ഉണ്ടാകാം, അതുകൊണ്ടൊരു കരുതൽ വേണമെന്ന് പറയുവാനിടയായി. എന്തോ കരുതൽ? ആരുടെ കരുതൽ? ഉപവാസവും പ്രാർത്ഥനയുമാണ്. അങ്ങനെ വീടിൻ്റെ അകത്ത് അമ്മ പ്രസവമുറിയിലാണ്. വീടിനകത്താണ്. ഞങ്ങളുടെ പിതാവ് വീടിൻ്റെ വീട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു അമ്മച്ചി ഓടി വന്ന് കയറി പ്രകാരം പറഞ്ഞു, ഉപദേശി എന്താണ്? എനിക്ക് നിന്നോട് ഒരു യഹോവയുടെ അരുളപ്പാട് അറിയിക്കുവാനായിട്ടുണ്ട് പറഞ്ഞാട്ടെ. അകത്തെ മുറി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് മരിക്കയില്ല, നിശ്ചയം.
ഇതൊരു ആൺകുഞ്ഞായി. ഇവൻ ലോകരാജ്യങ്ങൾ മുഴുവനും ചുറ്റി സഞ്ചരിച്ച് ആകാശ കപ്പലുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രവാചകനായി മാറുമെന്ന് പറയുവാനായിട്ടുണ്ട്. അമ്മച്ചി ദൂത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അമ്മ ഗർഭവതിയാണെന്നോ പ്രസവത്തിന് മുറിയിലായിരിക്കുന്നുവെന്നോ ആ അമ്മച്ചിക്ക് അറിയില്ല. അവൾ ഇറങ്ങിക്കൊണ്ട് പോയി. അല്പനേരം കഴിഞ്ഞു. പ്രസവം നടന്നു. കൃപയാൽ കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പമുണ്ടായില്ല. സന്തോഷം. അങ്ങനെ 9 മാസം പ്രായമായി എനിക്കായപ്പോൾ ഞങ്ങൾ കൊട്ടാരക്കരയിലേക്ക് കുടിയേറി പാർക്കുവാനായിട്ടിടയായി. 6-7 വയസ്സ് കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പോളിയോ ബാധിപ്പാനിടയായി. 2 കൈകളും കാലുകളും കൊഴിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ വന്നു. അങ്ങനെ ഒരിക്കൽ എനിക്ക് അസുഖം കൊണ്ട് കൂടിയിട്ട് ഞങ്ങളുടെ പിതാവ് വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ എൻ്റെ കൈകാലുകളൊക്കെ മരവിച്ച് കണ്ണുകളൊക്കെ പുറമോട്ട് മറിഞ്ഞ് ഞാൻ മരിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുവാനിടയായി. അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചു പോകുവാനിടയായി. അങ്ങനെ മരിച്ച് തൊട്ട് താഴെയുള്ള വീട്ടിൽ വിവരം അറിയിച്ച് ഞങ്ങളുടെ പിതാവിനെ ആൾവശ്യം അറിയിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ് മരിച്ചുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്നൊരു സാരിയിൽ പറഞ്ഞു ജീവനുള്ള കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ കളിക്കളിയുള്ള ബസ്സിൽ കയറി ഇന്ന് രാത്രി തന്നെ നാട്ടിലേക്ക് പോകുക, പാറശാലയ്ക്ക് പോയിക്കൊള്ളുക, നാളെ നമ്മുടെ കുടുംബ വീട്ടിൽ കുഞ്ഞിനെ അടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ സാരിയിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് സഹോദരിമാരുമായി ശവത്തെ പൊതിഞ്ഞ് ബസ്സിൽ കയറ്റി പാറശാലയിലേക്ക് പോയി. ബന്ധുക്കൾ മിത്രങ്ങളെല്ലാം പരിഹസിക്കാൻ തുടങ്ങി. കുലദൈവങ്ങളെ ചർച്ചക്കാരെയും വിട്ട് യേശുവിനെ പറഞ്ഞ് പോയതുകൊണ്ട് ഓരോന്നോരോന്ന് ചത്ത് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി പ്രഭാതയാമത്തിൽ ഞങ്ങളുടെ കുടുംബ വീട്ടിൻ്റെ ഒരു ഷെയർ ഞങ്ങളുടെ പിതാവിനുണ്ട്. അവിടെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ ഫ്രണ്ട് ഹാളിൽ കുഞ്ഞിനെ ശവത്തെ ശവപ്പെട്ടിക്കകത്ത് വെച്ച് മൂക്കിൽ പഞ്ഞിയെല്ലാം കയറ്റി വെച്ച് വെള്ള തുണിയൊക്കെ കൊണ്ട് വിരിച്ച് ചുറ്റും മെഴുകിലൊക്കെ കത്തിച്ച് രാവിലെ 9 മണിക്ക് ശവസംസ്കാര ശുശ്രൂഷ ആരംഭിച്ചു. അങ്ങനെ 10 മണിയായി, 11 മണിയായി. അവിടെയുള്ള ഒരു ദേവദാസനും മരിയാപുരം എന്ന സ്ഥലത്ത് നിന്ന് ഒരു ദേവദാസനും കുറേ സഹോദരിമാരും കൂടെ മീറ്റിംഗ് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. അവർ വന്ന് ബോഡി കണ്ടിട്ട് ഇളയ മകനാണോ മരിച്ചു പോയത്? ഈ കുഞ്ഞ് ജനിക്കാൻ നേരത്തില്ലയോ നമ്മുടെ രുക്മിണി അമ്മച്ചി ദൂത് പറഞ്ഞത്? ഇവൻ മരിക്കയില്ല, അത് ചെയ്യും, ഇവൻ ഒരു ആൺകുഞ്ഞായിരിക്കും, ഇവൻ ആകാശ കപ്പലുകളിലൂടെ, അന്ന് വിമാനം എന്ന് പറയാൻ പോലുള്ള വിദ്യാഭ്യാസം സമ്മതിച്ചില്ല, ആകാശ കപ്പലുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രവാചകനായിരിക്കുമെന്ന് ഇവനെ കുറിച്ച് അറിയോ പറഞ്ഞത്? ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, അതെ വിദേശി രുക്മിണി അമ്മച്ചിയുടെ പ്രവചനം തെറ്റിയ ചരിത്രമില്ലല്ലോ. ആൾ മരിച്ചാലും ദൈവത്തിന്റെ വാഗ്ദത്തം മരിക്കുന്നില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഒരു മുറി തരാമോ? അവർ അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ ഇവിടെ ഈ പ്രാർത്ഥന തീരാതെ ഡെഡ് ബോഡി എടുക്കാൻ പറ്റത്തില്ല. താഴെ കോമ്പൗണ്ടിൽ കുടുംബ വീട്ടിൽ പിതാവിന്റെ ബന്ധുക്കളെല്ലാം പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം കൂടെ മദ്യപിച്ച് പിറ്റായിട്ട് നിൽക്കുകയാണ്. ഈ കുഞ്ഞിനെ അടക്കിയത് കഴിഞ്ഞ ഉടനെ എൻ്റെ അപ്പനെ കൈയും കാലും കൂട്ടിക്കെട്ടി കുലക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഹിന്ദു വാക്കുവാനുള്ള എല്ലാ പരിപാടി ചെയ്യുകയാണ്. കാരണം 4 മക്കൾ ചത്തിട്ട് അവൻ പഠിച്ചില്ല. ദൈവത്തിന്റെ കോപമാണെന്ന് ദേവന്മാരുടെ കോപമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ തിരിഞ്ഞു വരുന്നില്ല. അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്യാൻ? അവനെ കൈകാലം കെട്ടി വലിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുഴിയിൽ കൊച്ചിനെ അടക്കുന്നതും പിതാവിനെ തൂക്കിയെടുക്കുന്നതും ഒരുപോലെ ഇരിക്കും. അങ്ങനെ സെറ്റപ്പ് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 1 മണി അങ്ങോട്ട് കഴിഞ്ഞു. അവിടെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാർ അവരിങ്ങനെ വന്ന് ഡെഡ് ബോഡി കാണാൻ വേണ്ടി ശവം കാണാൻ വേണ്ടി വന്നതാണ്. അവരിങ്ങനെ കണ്ടിട്ട് അടുത്ത വഴിയെ വിട്ടതൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോയി. അതിൽ ഒരാൾ ഒന്നും കൂടെ വന്ന് ഡെഡ് ബോഡി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ പിതാവിനെ വിളിച്ചു, ഞങ്ങൾ ഈ ശവശരീരം ഒന്ന് പരിശോധിക്കാൻ കൊണ്ടുപോയിക്കോട്ടെ. ഉടനെ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു, കുഞ്ഞിനെ അടയ്ക്കേണ്ട സമയം ഒത്തിരി കഴിഞ്ഞു, പ്രാർത്ഥന ഇപ്പോൾ കഴിയും, ബന്ധുക്കളൊക്കെ ഒത്തിരി കോപവരാണ്, അതുകൊണ്ട് സാർ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ല, ഞങ്ങൾ ഈ ശവശരീരം ഒന്ന് പരിശോധിക്കാൻ കൊണ്ടുപോയിക്കട്ടെ. സാർ കാര്യം പറഞ്ഞിട്ടെ, ഈ കുഞ്ഞ് എപ്പോഴാണ് മരിച്ചത്? അത് ഇന്നലെ വൈകിട്ട് 4 മണിക്ക് 5 മണിക്ക് ഇടയിലാണ്. സാർ എന്താ കാര്യം പറഞ്ഞിട്ട്? ഞങ്ങൾ ഈ കുഞ്ഞിന്റെ കൺപോളകളിൽ ജീവന്റെ തുടുപ്പ് കാണുന്നു എന്ന് പറയുന്നത്. അവർ വന്ന് നോക്കുന്ന സന്ദർഭത്തിൽ കൺപോള ഒന്ന് വെട്ടി എന്നാണ് പിന്നെ അവർ പറയുവാനിടയായി. അതൊന്നും കൂടെ സ്ഥിരീകരിക്കാൻ വേണ്ടി 2ാമത് ആൾ വന്ന് നോക്കിയപ്പോൾ അപ്പോഴും വെട്ടുവാനിടയായി. അതിനിടയിൽ വെട്ടതായിട്ട് അവിടെ നിന്ന് ഒരൊറ്റ മനുഷ്യനെ കണ്ടതുമില്ല. സ്വത്രം അങ്ങനെ മനസ്സോടെയാണെങ്കിലും ആ ഡെഡ് ബോഡി കൊണ്ടുപോകുവാൻ പിതാവ് അനുവാദം കൊടുത്തു. 3 മണിയായപ്പോൾ ആശാരിമാരെല്ലാം കൊച്ചിനെ അടക്കത്തില്ല. അവന്മാരെല്ലാം അവിടെ താഴെ നിന്ന് കയറി വന്നിട്ടുണ്ടായി. നമുക്ക് കൊച്ചിനടുത്ത് കുഴിച്ചിടാൻ പറഞ്ഞുകൊണ്ട് അവന്മാരുടെ മെഡിക്കലൊപ്പം കാണാം ശവപ്പെട്ടി മാത്രമുണ്ട്. ആ ഭാഗത്ത് മുറിക്കകത്ത് വെച്ച് ശവം വെച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മുറി ചവിട്ടി അങ്ങോട്ട് തുറന്നു ഉപദേശം കൂട്ടം ചാടി എന്നിട്ട് അവരല്ലേ സംഭവം പറഞ്ഞു, ശവ ഹോളിലുണ്ട്, 3:30 മണിയായപ്പോൾ ആ മെഡിക്കൽ പ്രാക്ടീഷണർ അന്നുണ്ടായിരുന്ന ഒരു ലാംബി സ്കൂട്ടർ, പഴയ ലാംബിയുടെ സ്കൂട്ടർ, നിങ്ങൾക്ക് ആർക്കും എനിക്കറിയാം, ആ സ്കൂട്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ ശവം നിന്നുകൊണ്ട് എല്ലാവരെയും ടാറ്റ കാണിച്ചുകൊണ്ട് മരിച്ചവനെ ഉയർപ്പിച്ചുകൊണ്ട് ഇതിനോടൊക്കെ 12-ലധികം രാജ്യങ്ങളിലായി 300-ലധികം വിമാനങ്ങളിൽ യാത്ര ചെയ്ത് യേശു ലോകരക്ഷകനെന്നും നേതാക്കന്മാരുടെ ഉന്നതന്മാരോടും പ്രവചിപ്പാനും പരിശുദ്ധാത്മാവ് ആശാരിപുത്രന് നൽകിയ വാഗ്ദത്തം പൂർത്തീകരിച്ചെങ്കിൽ
എന്തിനാ നിസാരപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ ഇടറി പോകുന്നത്? ഒരു കല്യാണം മുടങ്ങിപ്പോയത് കാരണത്താലോ, ഒരു കല്യാണം തെറ്റിപ്പോയത് കാരണത്താലോ ഇനി നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയെ നിങ്ങൾ നിഷേധിക്കുകയാണോ? ഈ തലമുറ കണ്ടിട്ടില്ലാത്ത, ഈ കാലുകൾ കേട്ടിട്ടില്ലാത്ത അസാധാരണമായ ഒരു ചരിത്രം നിന്റെ വിശ്വാസത്തിന്റെ ചരിത്രത്തിലൂടെ ആത്മാവിന്റെ സമൂഹങ്ങളിൽ വെളിപ്പെടുത്തുവാൻ താല്പര്യപ്പെട്ടിരിക്കുമ്പോൾ ജാതികളെ പോലെ പ്രാർത്ഥനകളെ ജൽപ്പനങ്ങളാക്കി മാറ്റുവാൻ ഇടയാകാതെ കർത്താവിന്റെ വചനത്തിൽ ബലപ്പെടുവീൻ, ദൈവത്തിന്റെ ആത്മാവിലും ബലപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങൾ നിഷ്കരണം തകർന്നു മാറുവാനുള്ളതാണ്. കണ്ണുകളെ അടയ്ക്കാം. സ്വർഗ്ഗപിതാവേ, ഈ ജനത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദൈവപുരുഷനെ കുടുംബമായി ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി തളവലിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളും പിതാവ് പുത്രനിൽ അവതരിക്കപ്പെടേണ്ടത് നിർമ്മലമായ വചനം അയച്ച് എല്ലാ കെട്ടുകളെ തകർത്ത് ആത്മാവിന്റെ ബലവും ജീവന്റെ പുതുക്കവും ഈ ജനത്തിൽ വെളിപ്പെടുവാൻ യേശുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ആകാശഭൂമി മാറിപ്പോയാൽ മാറ്റി വരാത്തതായ ദൈവത്തിന്റെ ഉടപാടുകളാൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കുന്നു. സ്വർഗത്തിലെ സൗരഭ്യതയായി സകല വിശുദ്ധന്മാർക്ക് വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാണ്. നന്ദി, സഭയ്ക്ക് നന്ദി. ദൈവം കേൾപ്പിച്ച നല്ല ദൂതനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മള് സാധാരണ ഒരു കൂട്ടം കൂടുന്ന പോലെ അല്ലാതെ ഞാൻ ഈ പറയുന്നത് മുഴങ്കാലിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവൻ വചനവുമായി നിൽക്കുമ്പോൾ ഇതുകൊണ്ട് ഒരു വാക്ക് പറയട്ടെ. ആശാരിപദേശി അറിയത്തില്ലെങ്കിലും എന്റെ പ്രായക്കാരൻ പെട്ടെന്ന് ഞാനത് 2 വാക്ക് സ്പീഡിൽ പറയും. എന്റെ മാകയുടെ മകൻ ഇപ്പോൾ അവൻ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുക. ഒരിക്കൽ ആശാരിപദേശി തിരുവല്ലായിരങ്ങാണ്ടൊരു കൺവെൻഷൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് വിറവ് വേണമായിരുന്നു. എൻ്റെ മാവിയുടെ മോനോട് പറഞ്ഞാൽ ഒരു മാവി അവിടില്ലായിരുന്നു, നല്ലൊരു ഏതോ ഒരു മരം കൊടുത്തു. അമ്മ വന്ന് വഴക്കുമൊക്കെ പറഞ്ഞു. ഇവനെ അവൾക്ക് മാറ്റി നിർത്തിയിട്ട് ഈ ഉപദേശി തലയെ കൈവച്ച് അങ്ങോട്ട് പറഞ്ഞാൽ നിന്നെ ദൈവം അങ്ങ് അനുഗ്രഹിക്കാൻ പോകണം. ആ കൂട്ടത്തിൽ അല്പം ക്ഷീണമുള്ളൊരു പ്രിയപ്പെട്ടവനായിരുന്നു ആ പയ്യൻ, എൻ്റെ പ്രായക്കാരനാണ്. പക്ഷെ അവന് ദൈവം അനുഗ്രഹിക്കാൻ പറയാൻ വന്നത് ആശാരിപദേശി ഒരു തീവ്രവാദിയും ദൈവത്തെ കണ്ട് സംസാരിക്കുന്നവനും പാവപ്പെട്ടവൻ, ഭക്തൻ. ഇനി അങ്ങനെ ഉള്ള ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവം നോക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിന്റെ തലമുറയെ അദ്ദേഹം പാദം ചവിട്ടുന്നിടം ദൈവരാജ്യത്തിൽ കൊടുക്കട്ടെ. ഇനി ഒരു വാക്കുകൂടി ഞാൻ പറയട്ടെ. അദ്ദേഹം ഈ കൂട്ടായ്മയെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ മാർത്തോമാ സഭയിലെ തിരുമേനി പട്ടത്വ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈവച്ചു പ്രാർത്ഥിച്ചതായിരുന്നു. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അതാര് പ്രാർത്ഥിച്ചാലും പിന്നെ എവിടെ പോയാലും ദൈവം ആ വഴി അടയ്ക്കും. എൻ്റെ ജീവിതത്തിൽ അതൊരു കുടിശ്ശികയായി കിടക്കുക. എൻ്റെ അമ്മ വളരെ നേരത്തെ മരിച്ചു. എനിക്ക് ഒത്തിരി മാനസികമായ ഭാരമുണ്ടായി. അതിനുശേഷം കുടുംബജീവിതത്തിലൊക്കെ പ്രവേശിക്കാൻ പറഞ്ഞത് പോകുന്ന വഴികളൊക്കെ ദൈവം അടയ്ക്കും. എന്നാൽ ആ ഒരു കുടിശ്ശിക ദൈവത്തോടാണ്. ഈ കൂട്ടായ്മ ഇങ്ങനെ കൂടുമ്പോൾ ഞാൻ പാസ്റ്റർ എന്നെ വിളിച്ചു. സംഗതി ശരിയാ, ഓർഡിനേഷനൊക്കെ എടുത്തു. പക്ഷേ അവർ കാർഡ് അടിച്ചതിനകത്ത് ഇവാഞ്ചലിസ്റ്റ് എന്നാണ് വെച്ചേക്കുന്നത്. ഞാനെൻ്റെ പേര് പോലും. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, പപ്പ ഞങ്ങളുടെ ജോലിയുടെ ദശാംശമൊക്കെ തരാം, പപ്പായെ ഹെൽപ്പ് ചെയ്യാം. ആ പണമാണ് ഞാൻ ഒരുപാട് ഇതിനകത്ത് ചെലവുകളും കാര്യങ്ങളും. പക്ഷേ ഇതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ട്, ആരുടെയും വേണ്ട, തന്നിട്ടുള്ളതുണ്ട്. 1 or 2 പേര് തന്നിട്ടുള്ളത് നല്ല രീതിയിൽ ചിലവഴിക്കും. ഒറ്റൊരടിയും പണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടല്ല. എൻ്റെ കുഞ്ഞുങ്ങൾ തരും, ഞാൻ മുടക്കി ചെയ്യാൻ വേണ്ടി ആകെ. ഞാൻ ചോദിക്കൽ ഈ പട്ടണത്തിൽ എത്ര ചെറുപ്പക്കാർ പിള്ളേർ മദ്യപാനത്തിലും വെറിക്കൂത്തിലും പോയി നമ്മൾ അവരെ ഒന്ന് വിളിക്കാൻ പോകുമ്പോൾ മറു സൈഡിൽ കൂടെ പാരവെപ്പ്. ഇത് മറ്റാരുമല്ല, സ്വന്തം വീട് മീൻസ് സ്വന്തം കൂട്ടങ്ങളും ക്രിസ്ത്യാനികളിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഓരോരുത്തർ ഞാൻ പറയട്ടെ, ഈ ഫിലഡൽഫിയ പട്ടണത്തിൽ എത്ര യുവാക്കന്മാർ മദ്യത്തിന് ലഹരി മരുന്നിന് അപ്പനെയും അമ്മയും അനുസരിക്കാതെ പോകുന്നു. അവരുടെ അടുത്ത് നമ്മൾ സുവിശേഷമായി പറയാൻ വരുമ്പോൾ അടുത്തവൻ തിരിച്ചു വെച്ച് വേറെ വെക്കും. പക്ഷേ ഞാൻ ദൈവസന്നിധിയിൽ ഞാനിപ്പോൾ കേട്ട ദൂതിൻ്റെ മുന്നിൽ ചെയ്യാൻ പോകും. ഇങ്ങനെ ആരെങ്കിലും ദൂത് പറയുമ്പോൾ ഞാൻ മാറിയത് കരയുകയല്ല, ദൈവത്തിനെ ഉപവസിക്കും. ഞാൻ മനസ്സിലാക്കുന്നു, ഇരുളിന്റെ ശക്തിയോട് യുദ്ധം ചെയ്യുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഇതൊരു വലിയ കൂട്ടമായിട്ട് മാറത്തക്ക നിലയിൽ അനവധി മിഷണറിമാരെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഞങ്ങൾ ഒന്നിച്ച്, എന്റെ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചിവിടെ പാസ്റ്റർ എന്നുള്ള ലേബലിന് വേണ്ടിയല്ല. വടക്കേ ഇന്ത്യക്കാണെങ്കിൽ വടക്കേ ഇന്ത്യക്ക് എവിടെയാ പോകേണ്ടതെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പോകാൻ എന്നെ തന്നെ ഏൽപ്പിക്കുക. എതിർപ്പുകൾ ഉള്ളത് വളരുവാൻ ദൈവം ഇടയാക്കട്ടെ. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്.